ഹിസ്റ്റോറിക്കലി ഇതൊക്കെ വളരെ അൺഡിനയബിളായ കാര്യങ്ങളാണ്. ഈ എവല്യൂഷൻ കൂടെയൊക്കെയാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായി വന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. അപ്പോൾ അത് ഈ പൗലോസ്, കോൺസ്റ്റന്റൈൻ, അതിന് ശേഷമുള്ള കൗൺസിലുകൾ ഇതിലൂടെയൊക്കെ ഇവോൾവ് ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മൾക്ക് പരിചയമുള്ളൊരു ക്രിസ്ത്യൻ ക്രീഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുന്നത്. അത് ക്രിസ്ത്യാനിറ്റിയാണ്. ആ ക്രിസ്ത്യാനിറ്റിയും ക്രൈസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതിൽ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ ക്ലിയറായി നമ്മൾക്ക് ആ ഒരു ഹിസ്റ്റോറിസൈസ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഡെവലപ്മെൻറ്റിനെ ഹിസ്റ്റോറിസൈസ് ചെയ്യാൻ. ജീസസ് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ആദരിക്കുന്ന വ്യക്തിത്വം. പക്ഷെ വളരെ സർപ്രൈസ്ഡ് ആണ് പല ആളുകളും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ ജീസസിനെ സ്നേഹിക്കണം, ആദരിക്കണം, അദ്ദേഹത്തിൻ്റെ ലൈഫിലും മിഷനിലും വിശ്വസിച്ചിരിക്കണം. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നുണ്ട്. ജീസസിനെ ഇങ്ങനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യൽ ഒരു മുസ്ലിമിൻ്റെ ഡ്യൂട്ടി ആണെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻസും മുസ്ലിമും ജീസസിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രം വെച്ച് പുലർത്തുന്നത് എന്നത്. അപ്പോൾ സത്യത്തിൽ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് അതാണ്. ആരാണ് ജീസസ്? അദ്ദേഹത്തിൻ്റെ ലൈഫും മിഷനും മെസ്സേജും എന്തായിരുന്നു? അതാണ് നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. ആമുഖങ്ങളില്ലാതെ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ജീസസ് അദ്ദേഹത്തിൻ്റെ ജന്മം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഏത് പ്രദേശത്തേക്കാണ് ജനിച്ചു വീഴുന്നത്, അവിടെയുള്ള ഒരു സാമൂഹിക പശ്ചാത്തലം എന്തായിരുന്നു, നമുക്ക് അവിടെ നിന്ന് തുടങ്ങാൻ തോന്നും. അതിൽ നമ്മൾ ജീസസിനെ പറ്റി സംസാരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം 2000 കൊല്ലം മുമ്പ് ഉള്ള ഒരാളെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ അക്കാഡമിക് ഹിസ്റ്റോറിയൻസിൻ്റെ മുന്നിലുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതിന് സോഴ്സുകളില്ല. അദ്ദേഹത്തെ പറ്റി സംസാരിക്കാൻ, അതായത് അത്രയും ഒതൻറ്റിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന സോഴ്സുകളൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ജീസസിൻ്റെ ഒരു ഹിസ്റ്റോറിസിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഹിസ്റ്റോറിയൻസ് വരെ ഉണ്ട്. മലയാളത്തിൽ അങ്ങനെ പുസ്തകങ്ങൾ? മലയാളത്തിൽ പുസ്തകമുണ്ട്. മുമ്പ് ഇടമറുക ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ഐതിഹ്യമാണ് എന്നതുപോലെ, അതേപോലെ വേറൊരു ഐതിഹ്യം മാത്രമാണ് ക്രിസ്തു. അങ്ങനല്ലാതെ ഒരു ആക്ച്വൽ പേഴ്സൺ ശരിക്കും ഉണ്ടായിട്ടില്ല. അതൊരു പിൽക്കാല ഭാവന മാത്രമാണ്, കെട്ടുകഥ മാത്രമാണ് എന്ന് വരെ ചിലർ ആരോപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിസിറ്റി പലരും ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, അതായത് നോൺ ക്രിസ്ത്യൻ സോഴ്സസ് ഇതിനില്ല. അതായത് ക്രിസ്ത്യൻ സോഴ്സുകൾ, അതായത് ഏർലി ക്രിസ്ത്യൻ റൈറ്റിങ്സ്, അത് ജീസസിൻ്റെ വളരെ കോണ്ടംപററി ആയ റൈറ്റിങ്സ് അല്ല. ജീസസ് ജീവിച്ചു എന്ന് പറയുന്ന കാലത്തിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായ റൈറ്റിങ്സ് ആണ്. അപ്പോൾ അത് ഈ ഒരു തിയോളജിൻ്റെ ഭാഗമായി നിർവഹിക്കപ്പെട്ട രചനകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാവനയാണ് എന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ്. ഈ നോൺ ക്രിസ്ത്യൻ റൈറ്റിംഗ് എന്ന് പറയാവുന്നത് സാധാരണ ചൂണ്ടിക്കാണിക്കപ്പെടാറുള്ള ഒറ്റ കാര്യമാണ്, അത് ജോസിഫസിൻ്റെ എഴുത്തുകളാണ്. ജോസിഫസ് എന്ന് പറഞ്ഞൊരു ജ്യൂ ആണ്. അദ്ദേഹം യേശു ജീവിച്ചു എന്ന് പറയുന്ന കാലത്തിൻ്റെ കുറച്ചുകൂടി അപ്പുറത്ത്, അതായത് അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയ ശേഷം ജീവിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ ആൻറ്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന് പറയും, ജൂതന്മാരുടെ പഴയകാല ചരിത്രം. അപ്പോൾ യഹൂദ സമുദായത്തിൻ്റെ ഒരു വിശദമായ ചരിത്രം രചിക്കുകയാണ് ജോസിഫസ് ചെയ്യുന്നത്. അപ്പോൾ അതിലിങ്ങനെ പോയി ഏകദേശം ജോസിഫസിൻ്റെ കാലത്ത് അടുത്തെത്താനാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർത്തമാനം അദ്ദേഹം പറയുമ്പോൾ ഒരു സിംഗിൾ പാരഗ്രാഫ് അത് ജീസസിനെ പറ്റിയുള്ള ഒരു മെൻഷൻ അതിലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും കുറേ ഡിബേറ്റുകളുണ്ട്. ഈ പാസേജ് എന്ന് പറഞ്ഞാൽ ഇൻ്റർപൊളേറ്റഡ് ആണോ, അതിൻ്റെ വാചകങ്ങൾ ഏതെങ്കിലും നിലക്ക് കടത്തി കൂട്ടപ്പെട്ടതാണോ എന്നുള്ള രീതിയിലുണ്ട്. അല്ലെങ്കിൽ ജോസിഫസ് ഉപയോഗിച്ച ഓരോ വാക്കുകളുടെയും അർത്ഥം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിബേറ്റുകളുണ്ട്. എനിഹൗ ഞാൻ പറയണത് ഈ ആർഗ്യുമെൻറ്റിന് എന്തെങ്കിലും വെയിറ്റ് ഉണ്ട് എന്നല്ല, ഞാനതിന് വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കണില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു എന്ന് പറയുന്നത് ചരിത്ര പുരുഷനാണെന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത് ഡിവൈൻ റെവലേഷൻ എന്നാണ്. അതായത് ഖുർആൻ എന്ന് പറയുന്ന പടച്ചോൻ്റെ അടുത്ത് നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി പ്രപഞ്ചനാഥനേക്കാൾ ഒരാൾക്ക് സാക്ഷ്യം പറയാൻ പിന്നെ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ ജീവിച്ചു എന്നുള്ള കാര്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറാണ്. ഓരോ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആൻ പടച്ചോൻ അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് മനസ്സിലാക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി ചരിത്ര പുരുഷനാന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതായത് സെൻസിബിളായ ആരും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പറയണില്ല. കാരണം അത്രയും ഡോക്യുമെൻ്റഡ് ആയ ഒരു ലൈഫാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മെസ്സഞ്ചറാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി അഫേം ചെയ്ത നിരന്തരം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ് ജീസസ്. അപ്പോൾ ആ ഒരു ഹിസ്റ്റോറിസിറ്റിൻ്റെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഡിസ്കഷനിൽ ഉടനീളം റീസർഫസ് ചെയ്യാൻ പോകുന്നൊരു ഇഷ്യൂ ആണ്. കാരണം എവിടുന്ന് മനസ്സിലാക്കും, ആ മനസ്സിലാക്കാനുള്ള സോഴ്സ് എന്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ക്രിസ്ത്യൻസിൻ്റെ കയ്യിൽ ഇങ്ങനെ സോഴ്സ് ഇല്ല.
അതെ. അതായത് നമ്മൾ ഖുർആൻ എന്ന് പറയുന്നത് പടച്ചോൻ അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ജീസസിൻ്റെ ഹിസ്റ്റോറിസിറ്റി അൺഡിസ്പ്യൂട്ടഡ് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ക്രിസ്ത്യൻസിൻ്റെ കയ്യിൽ, ക്രിസ്ത്യൻ സൊസൈറ്റിൻ്റെ കയ്യിൽ നമ്മൾ യേശു ജീവിച്ചിരുന്നു എന്നതിന് ഉപോത്ബലകമായി ഹാജരാക്കാവുന്ന ദൈവം അവതരിപ്പിച്ചു എന്ന് അവർ വിചാരിക്കുന്ന ഒരു ടെക്സ്റ്റ് പോലും ഇല്ല. അതായത് അത് വേറെ ആരെങ്കിലും പറയല്ല, ക്രിസ്ത്യാനികൾ സ്വയം ദൈവം അവതരിപ്പിച്ചതാണ് എന്ന് വിചാരിക്കുന്ന ഒരു ടെക്സ്റ്റ് പോലും ആ ഒരു ഇതിലില്ല. അപ്പോൾ അസീം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എന്തുകൊണ്ട് ജീസസിനെ പറ്റി വ്യത്യസ്ത രീതിയിലുള്ള മനസ്സിലാക്കലുകൾ ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം ജീവിച്ചത് പാലസ്റ്റൈനിലാണ്, അത് വളരെ ക്ലിയർ ആയ കാര്യമാണ്. ക്രിസ്ത്യൻ സോഴ്സുകളും പറയുന്നത് പിന്നെ ജെറൂസലേമിലും പരിസര പ്രദേശങ്ങളിലും ഈ ഗലീലി എന്ന് പറയുന്ന പ്രോവിൻസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കഷനിൽ വരുന്നത് അത് ജൂയിഷ് പാലസ്റ്റൈനാണ്. അവിടെ യഹൂദ സമൂഹത്തിൽ പിന്നെ ഫലസ്തീനിൽ യഹൂദികൾക്കിടയിൽ ഇപ്പോൾ ബൈത്തുൽ മഖ്ദിസ് കേന്ദ്രമാക്കിയിട്ടാണല്ലോ അന്നത്തെ യഹൂദന്മാർ ജീവിക്കുന്നത്. ബൈത്തുൽ മഖ്ദിസ് എന്ന് പറഞ്ഞാൽ CE 70 തകർക്കപ്പെടുന്നത്, പിന്നെ അതില്ലാതാവണത്, അതിൻ്റെ ഒരു കെട്ടിടം ഇല്ലാതാവണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്തൊന്നും ഈ ജെറൂസലേമിൽ ഈ ബൈത്തുൽ മഖ്ദിസിൻ്റെ ഒരു കെട്ടിടം ഇല്ലല്ലോ. ആരാധന തകർക്കപ്പെട്ട ആരാധനാലയം തകർക്കപ്പെട്ടു, യഹൂദന്മാരവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നെ അതിങ്ങനെ ചപ്പുചാവറുകളൊക്കെ കൊണ്ടുപോയിടുന്ന ഒരു സ്ഥലമായിട്ട് മാറി. അത് യേശു ജീവിച്ചു എന്ന് കരുതപ്പെടുന്നത് ഏതാണ്ട് ഈ CE 1-ാം നൂറ്റാണ്ടിലാണ്. ഒരു CE 1-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് യേശുവിൻ്റെ ജീവിതം എന്നാണ് പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ CE 70 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടുടനെ, അതായത് യേശുവിൻ്റെ ഒരു തിരോധാനം. നമ്മൾക്കിപ്പോൾ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ തോന്നുന്നത്, കാരണം ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ മഹാനായ യേശു ക്രിസ്തു ജീവിച്ചതിൻ്റെ തൊട്ടു പിറകെയായിട്ട് ഈ ബൈത്തുൽ മഖ്ദിസ് ഇല്ലാതാവുന്നുണ്ട്. പിന്നെ യഹൂദന്മാരാകെ ഡിസ്പേഴ്സ്ഡായി, അത് വേറൊരു ഹിസ്റ്ററിയാണ്. അപ്പോൾ ആ ബൈത്തുൽ മഖ്ദിസിൻ്റെ അവസാന കാലത്ത് ബൈത്തുൽ മഖ്ദിസ് കേന്ദ്രമായി ജീവിച്ചിരുന്ന യഹൂദ സമൂഹത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയറാണ്. പിന്നെ അന്നത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇത് റോമൻ എംപയറിൻ്റെ ഭാഗമായി പാലസ്റ്റീൻ മാറിയ ഒരു സമയമാണത്. ഇത് റോമൻ എംപയർ ഉണ്ടായി വരുന്നൊരു സമയമാണ്. അതായത് ഒരു സിറ്റി കേന്ദ്രീകരിച്ച ഒരു റിപ്പബ്ലിക് എന്നൊക്കെ ഇപ്പോഴത്തെ ചില ഹിസ്റ്റോറിയൻസ് ക്ലെയിം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് എന്ന് മാറിയിട്ട് ഒരു സാമ്രാജ്യമായി, ഒരു എംപയറായി റോമൻ എംപയർ, റോമാ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്ന ഒരു സമയമാണത്. ആ സമയത്താണ് യേശുവിൻ്റെ ജീവിതകാലം. അപ്പോൾ ഈ റോമൻ എംപയറിൻ്റെ പ്രതിനിധിയാണോ, അല്ലെങ്കിൽ അവർ കപ്പം കൊടുത്ത് അങ്ങനെയുള്ളവരാണോ ഭരിക്കുന്നത്? അല്ല, അങ്ങനെ, അതായത് ഈ ജൂലിയസ് സീസർ ഉണ്ടല്ലോ, ജൂലിയസ് സീസർ, നമ്മൾ ലിറ്ററേച്ചറിന് ജൂലിയസ് സീസറിന് പലർക്കും പരിചയം ഉണ്ടാവുക. ഈ ജൂലിയസ് സീസർക്ക് തൊട്ട് ശേഷമാണ് അഗസ്റ്റസ് എന്ന് പറയുന്ന റോമൻ എംപറർ വരുന്നത്. അപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത് യേശുവിന് തൊട്ട് മുമ്പാണ്. അതായത് യേശുവിൻ്റെ പീരിയഡ് വളരെ കൃത്യമായി നമുക്ക് നിർണ്ണയിക്കാനൊന്നും കഴിയില്ല. പക്ഷേ നമ്മൾ ഖുർആനിനും ഹദീസിനും മനസ്സിലാക്കുന്ന കാര്യങ്ങളും ഈ അവൈലബിൾ ക്രിസ്ത്യൻ സോഴ്സ് എന്നുള്ള ഡാറ്റയും ഈ മോഡേൺ ഹിസ്റ്റോറിക്കൽ സ്കോളർഷിപ്പിൻ്റെ ആ വിഷയത്തിലുള്ള കുറേ എസ്റ്റിമേറ്റുകളും ഒക്കെ കൂട്ടി വെച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ അഗസ്റ്റസ് എന്ന് പറയുന്ന റോമൻ എംപററാണ് ശരിക്കും റോമൻ എംപയറിനെ ഈ രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്കുന്നത്. അദ്ദേഹം വളരെ ഫേമസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തിന് തൊട്ടുടനെയാണ് ശരിക്കും യേശുവിൻ്റെ ഒരു ജീവിതം വരുന്നത്. അപ്പോൾ ആ കാലത്ത് എന്ന് പറഞ്ഞാൽ യേശു ജനിക്കുമ്പോൾ ഹെറോദ് എന്ന് പറഞ്ഞ ഒരു രാജാവ്, അത് പിന്നെ ജൂതന്മാരെ തന്നെ ഒരു രാജാവാണ്, പലസ്തീൻ ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. പക്ഷേ ഈ അസീമു പറഞ്ഞ പോലെ എന്താണ്, അദ്ദേഹം ഈ കപ്പം കൊടുത്തിട്ട്, അതായത് അദ്ദേഹം ഒരു നേരെ റോമൻ എംപററുടെ ഒരാളല്ല, ആ കൊട്ടാരത്തിൽ നിന്ന് വരുന്ന ഒരാളല്ല. അദ്ദേഹം കപ്പം കൊടുത്ത് അവരെങ്ങനെ പ്രീതിപ്പെടുത്തി അവർ ഓക്കെ അങ്ങനെ നിന്നോ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. കാരണം ഈ റോമൻ എംപയർ എന്ന് പറയുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള റോമൻ എംപയർ അല്ലത്, അത് ബൈസന്റീൻ റോമാണ്, ഈസ്റ്റേൺ റോമാണ്. ഇത് ആക്ച്വൽ, അതായത് സാക്ഷാൽ റോമിൽ നമ്മൾ പറയുന്ന ഇറ്റലി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു യൂറോപ്യൻ പവർ ജെറൂസലേം ആ യൂറോപ്യൻ പവറിൻ്റെ ഇൻഫ്ലുവൻസിൽ വരുന്ന സമയമാണ്. അന്നത്തെ ഏൻഷ്യൻ്റ് യൂറോപ്പാണ്. അപ്പോൾ അതിൽ ഈ ഹെറോദ് രാജാവിൻ്റെ ഒക്കെ ഒരു സമയത്തായിരിക്കും യേശുവിൻ്റെ ജനനം. പക്ഷേ യേശുവിൻ്റെ ഒരു പ്രബോധനമൊക്കെ നടക്കുന്ന സമയത്ത് ഇത് മാറിയിട്ട് ഒരു റോമൻ ഗവർണർ നേരിട്ട് ഈ പലസ്തീനിലെ പ്രവിശ്യകൾ ഭരിക്കാൻ തുടങ്ങുന്നുണ്ട്. അതാണ് ഇവർ പിലാത്തോസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പുതിയ നിയമ എഴുത്തുകളിൽ കാണുന്ന പിലാത്തോസ്. അപ്പോൾ പിലാത്തോസാണ് അവിടുത്തെ ഭരണാധികാരി. അപ്പോൾ അദ്ദേഹം റോമൻ ഗവർണറാണ്. ആ റോമൻ ഗവർണറായിട്ട് അദ്ദേഹം പാലസ്റ്റൈൻ ഭരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മോശെ പ്രവാചകനിലൂടെ പിന്നെ ജൂതന്മാർ പാലസ്തീനിലേക്ക് തിരിച്ചെത്തുന്നു, അവരുടെ ഒരു രാജ്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ദാവൂദ് നബിനെ പറ്റിയും സുലൈമാൻ നബിനെ പറ്റിയൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ സമയം മുന്നോട്ട് പോയപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയാധികാരം നഷ്ടപ്പെട്ടിട്ട് അവർ പ്രജകളായിട്ട്, റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രജകളായിട്ട് അവർ ജീവിക്കുന്നൊരു സമയമാണ്. അപ്പം അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ
ഒരു യഹൂദ രാജ്യത്ത് ജീവിക്കുന്നത് പോലെ അല്ലല്ലോ അല്ല, റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോൾ. അപ്പോൾ ആ റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ പെയ്ഗനായ ഒരു റോമൻ എംപയറാണ്. വിഗ്രഹാരാധന, ദേവതാ പൂജ, ഇതൊക്കെ വളരെ ആ രീതിയിൽ അതിനൊക്കെ ശക്തമായി പിന്തുണച്ച, കാരണം പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു മുഖം തന്നെ അതാണ്. അപ്പോൾ പാലസ്തീനിലെ ജ്യൂസ് ആ ഒരു ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. കാരണം സ്റ്റേറ്റ് ഒഫീഷ്യലി വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട കുറേ, കാരണം യഹൂദ സമുദായം എന്ന് പറഞ്ഞാൽ ഏകദൈവാരാധന അതിൻ്റെ ശുദ്ധമായ രീതിയിൽ അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്ന ഒരു സമുദായമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സങ്കീർണമായൊരു പശ്ചാത്തലത്തിലാണ് ശരിക്കും യേശുവിൻ്റെ ഒരു ആഗമനം ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്കൊന്ന് ജന്മത്തിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നു. അപ്പോൾ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. 25ഓളം തവണ പേരെടുത്ത് തന്നെ ഖുർആൻ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ നിന്നും ഇസ്ലാമിക പേഴ്സ്പെക്റ്റീവിൽ നിന്നും എന്താണ് ഡിഫറൻസ് യേശുവിൻ്റെ ജന്മം? അല്ല, യേശുവിൻ്റെ ജന്മത്തിൽ ഡിഫറൻസ് ഇല്ല. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത്ഭുത ജനനം. അപ്പോൾ മറിയം എന്ന് പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മറിയം ഒരു യഹൂദ സ്ത്രീയാണ്. അവരുടെ ഖുർആൻ വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. ഖുർആനിൽ മറിയത്തിനെ പറ്റിയൊരു അധ്യായം തന്നെ ഉണ്ട്. ഇത് ശരിക്ക് നമ്മളെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അൺഫോർച്ചുനേറ്റ്ലി ഈ ക്രിസ്ത്യൻ മുസ്ലിം റിലേഷൻസ് അതിങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ശരിക്ക് യേശുവിൻ്റെ മാതാവായ മറിയത്തെ അത്രയധികം പ്രൈസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് മറിയമിൻ്റെ മഹത്വം അത്രയും നമ്മൾ ഊന്നി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കന്യാമറിയം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ഒരു ആർദ്രതയും ഒരു റെസ്പെക്റ്റൊക്കെ ഉണ്ട്. അത് അതേപോലെ വരുന്ന ഒരു ജനസമുദായമാണ് ശരിക്ക് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മറിയമിൻ്റെ ഒരു പരിശുദ്ധി, മറിയമിൻ്റെ ഒരു വിശുദ്ധി, അവരുടെ ഒരു ഭക്തി, അവർക്ക് പടച്ചോനായിട്ടുള്ളൊരു ബന്ധം, പടച്ചോൻ്റെ കണ്ണിൽ അവർക്കുള്ളൊരു സ്ഥാനം, ഇതൊക്കെ ഖുർആൻ വളരെ കൃത്യമായി ഖുർആനിൽ. അപ്പോൾ ഖുർആനിൽ സൂറത്ത് മറിയം എന്ന് പറയുമ്പോൾ ഖുർആനിലെ 19ാമത്തെ ചാപ്റ്ററാണ്. എനിക്ക് ഓർമ്മയുണ്ട്, കെ പി അപ്പൻ മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു സാഹിത്യ നിരൂപകനൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മധുരം നിൻ്റെ ജീവിതം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കുറേ മുമ്പ് വായിച്ചാണ്. കന്യാമറിയത്തിനെ പറ്റിയുള്ളൊരു പുസ്തകമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ക്രിസ്ത്യൻ സോഴ്സുകൾ നോക്കിയിട്ട് കന്യാമറിയത്തിനോട് ഫാസിനേഷൻ തോന്നി. കന്യാമറിയത്തിനെ വളരെ സുന്ദരമായ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം എഴുതിയതാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മറിയത്തിനെ പറ്റിയുള്ള ഏറ്റവും മനോഹരമായ ഡിസ്ക്രിപ്ഷൻ ഞാൻ കണ്ടിട്ടുള്ളത് ഖുർആനിലാണെന്ന് പറയുന്നുണ്ട്. അത്രയും ഹൃദയസ്പൃക്കായ വിവരണം കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്നിട്ട് ഈ ഭാഗം ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്ത് മറിയമിലെ ഈ വചനങ്ങളുടെ അർത്ഥം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുഹമ്മദ് നബിൻ്റെ കാലത്ത് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞതാണ്, ജൂതന്മാരാണ് മദീനയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുമ്പോൾ മുഹമ്മദ് നബിൻ്റെ പരിസരത്തുള്ളത്. ക്രിസ്ത്യാനികളില്ല. ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പരിസരങ്ങളിലൊന്നും ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടില്ല. യമനിലെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, നജ്റാനിലെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അറേബ്യൻ്റെ ഭാഗമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് അല്ല, അത് ജിയോഗ്രഫിക്കലി കുറച്ച് റിമൂവ്ഡ് ആണ്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ സൊസൈറ്റിയുമായിട്ട് ഏർലി മുസ്ലിംസിൻ്റെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ ആദ്യത്തെ ഒരു എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ അബസീനിയയിൽ വെച്ചിട്ടാണ്. എത്യോപ്യക്ക് നമുക്കറിയാലോ, മക്കയിൽ പേഴ്സിക്യൂഷൻ ഉണ്ടാവുന്നു. ആ പേഴ്സിക്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് പ്രവാചകൻ്റെ കുറേ അനുയായികൾ അബസീനിയയിലേക്ക് പോകുന്നു, ആഫ്രിക്കയിലേക്ക് പോകുന്നു. അപ്പോൾ അവർ ചെങ്കടൽ മുറിച്ച് കടന്നിട്ട് എത്യോപ്യയിലെത്തിയിട്ട് അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ അതൊരു ക്രിസ്ത്യൻ കിങ്ങിൻ്റെ കീഴിലാണല്ലോ അവരുടെ ജീവിതം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ, അവർ ഇവിടെ എത്തുന്നു, അബസീനിയയിലെത്തുന്നു. അപ്പോൾ ഈ നജ്ജാഷി അല്ലെങ്കിൽ നേഗസ് എന്ന് പറയുന്ന അവിടുത്തെ രാജാവ്, ക്രിസ്ത്യൻ രാജാവ്, ആ ക്രിസ്ത്യൻ രാജാവ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അവരുടെ ജന്മനാട്ടിൽ പീഡിപ്പിക്കപ്പെടുകയാണ്, അവർ കൊല്ലപ്പെടുകയാണ്, വേട്ടയാടപ്പെടുകയാണ്, പേഴ്സിക്യൂട്ട് ചെയ്യപ്പെടുകയാണ്. അവിടുന്ന് അവർ രക്ഷയ്ക്ക് വേണ്ടി മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റിലേക്കാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമ്മീഡിയറ്റ് ഡിസിപ്പിൾസ്, ഡയറക്റ്റ് ഡിസിപ്പിൾസ്, അവരൊരു ക്രിസ്ത്യൻ സ്റ്റേറ്റിൽ പോയിട്ട്, അതായത് ഒരു മതരാഷ്ട്രമാണത്. നമ്മൾ ഈ പറയുന്ന മോഡേൺ ഒരു സെക്യുലർ നേഷൻ സ്റ്റേറ്റ് അല്ല, ഒരു ക്രിസ്തുമതത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് വിധിക്കപ്പെടുന്ന, നടത്തപ്പെടുന്ന ക്രൈസ്തവ പൗരോഹിത്യത്തിന് ആ രീതിയിൽ വിസിബിലിറ്റി ഉള്ള ഒരു നാട്ടിൽ ഇവരെ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണ്. മുഹമ്മദ് നബി അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. അതെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ പോണ സമയത്ത്, അവിടെ അപ്പുറത്തെ നാട്ടിലൊരു രാജാവുണ്ട്, അദ്ദേഹം നീതിബോധമുള്ള മനുഷ്യനാണ്,
നിങ്ങൾ അവിടെ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഡീപ്പാണ്, ഹിസ്റ്റോറിക്കാണ്. അതിനെ തകർക്കാൻ നമ്മൾ ആരും സമ്മതിക്കാൻ പാടില്ല. കാരണം ഇവർ പോകുന്നു എന്ന് പറയുമ്പോൾ ഖുർആനിൽ സൂറത്തുൽ മായിദയിലാണ് ശരിക്ക് ഈ ക്രിസ്ത്യൻ തിയോളജിയോടുള്ള വിമർശനം ഖുർആന്റെ ഒരു ഭാഷയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അധ്യായം സൂറത്തുൽ മായിദയിലാണ്. പക്ഷെ ആ വിമർശനങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വന്ന് ഇപ്പോൾ ഖുർആനിൽ സൂറത്തുൽ മായിദയിൽ നമ്മൾ 5-ാമത്തെ പിന്നെ 72-ാമത്തെ ആയത്ത് 73-ാമത്തെ ആയത്ത് അതിങ്ങനെ വന്ന് നമ്മളെ 80-ാമത്തെ ആയത്തൊക്കെ കഴിഞ്ഞ് പിന്നുള്ള ആയത്തുകൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ഖുർആൻ ഇവരെ പ്രൈസ് ചെയ്യാണ്. അതായത് അവരുടെ പിന്നെ നിങ്ങൾ കാണും, നിങ്ങളോട് അവർ വളരെ ലീനിയൻ്റ് ആണ്, നിങ്ങളോട് അവർക്ക് സ്നേഹമാണ്, ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ശത്രുതയല്ല ഉള്ളത്, അവരുടെ കൂട്ടത്തിൽ ചില പുരോഹിതന്മാരുണ്ട്, അവരത്രയും ആർദ്രതയുള്ള മനുഷ്യന്മാരാണ് എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അതായത് തിയോളജിയിൽ അവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ ഒരു ജെന്യുവിൻ ഒരു ഹ്യൂമാനിറ്റി ഉണ്ടല്ലോ, അത് അവരിൽ ഉണ്ട് എന്ന് ഖുർആൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ അബ്സീനിയയിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ കൊറോബറേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഞാൻ പറയണത് എന്താ വെച്ചാൽ ഇവർ മുസ്ലിങ്ങൾ അബ്സീനിയയിൽ എത്തിയപ്പോൾ, നജ്ജാഷിൻ്റെ അവിടെ എത്തിയപ്പോൾ മക്കയിൽ നിന്ന് ഇവരെ പീഡിപ്പിച്ചിരുന്ന മക്കയിലെ ശത്രുക്കളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ രാജാവിന് കുറേ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് രാജാവിനോട് പറയാണ്, ഇവർ ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ്, അപ്പോൾ ഓരങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിൽ തന്നെ പറഞ്ഞേക്കണം, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് റബലുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ശരിയല്ലല്ലോ, കാരണം ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ വേറൊരു നാട് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പം നജ്ജാഷി ഇവരെ വിളിക്കുന്നുണ്ട്. സീവന അറിയാലോ, അത് വളരെ ഫേമസ് ആയ ഇൻസിഡൻ്റ് ആണ്. അപ്പം നജ്ജാഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്. അപ്പം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അവർ ഉപവിഷ്ടരാണ്. അപ്പം ആ ഒരു സദസ്സിൽ ഇപ്പോൾ മക്കയിലുണ്ടായിരുന്ന കുറേ ഒരു പെയ്ഗൻ സ്വഭാവം ഉണ്ടായിരുന്ന മുശ്രിക്കുകളാണ്. അവർക്ക് ഈ പിന്നെ വേദഗ്രന്ഥങ്ങളെ പറ്റിയും പ്രവാചകന്മാരെ പറ്റിയും ധാരണയൊന്നുമില്ല. പക്ഷേ ഇതൊരു സ്കോളർലി സദസ്സാണ്. കാരണം ഒരു ക്രിസ്ത്യൻ സ്കോളർഷിപ്പ് ഇങ്ങനെ അണിനിരന്നിരിക്കുന്ന ഒരു സദസ്സാണ്. ആ സദസ്സിലേക്ക് പ്രവാചകൻ്റെ അനുയായികൾ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ ആ കടന്നു വരുന്ന സമയത്ത് അംറു ബിൻ ലാസ്, മക്കയിൽ നിന്ന് ഈ വിഗ്രഹാരാധകരുടെ നേതാവായിട്ട് അംറു ബിൻ ലാസാണ് ചെല്ലുന്നത്. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. അപ്പോൾ അംറു ബിൻ ലാസിനോട് രാജാവ് പറയുന്നുണ്ട്, ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ, എന്താണ് അവരുടെ വിഷയം എന്നുള്ളത് ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ, അത് കേട്ടിട്ടേ ഞാൻ തീരുമാനം എടുക്കുള്ളൂ. അപ്പോൾ നജ്ജാഷി മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ, എന്താണ് പ്രശ്നം. അപ്പോൾ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ജാഫർ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കസിനാണ്. അപ്പം ഇവരുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ജാഫറാണ് സംസാരിക്കുന്നത്. ജാഫർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വളരെ മനോഹരമായി സംസാരിക്കുന്നുണ്ട്. നമുക്കറിയാം, പിന്നെ എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങൾ മാത്രമല്ല, ഏതെങ്കിലും ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരും കൂടി ഇതൊന്ന് വായിച്ചു നോക്കണം എന്നുള്ള ആൾക്കാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഞങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു, ഞങ്ങൾ ഈ പിന്നെ എന്താണ് എല്ലാം ഈ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ ഈ ചത്ത മൃഗങ്ങളൊക്കെ ഭക്ഷണം ഞങ്ങൾ കഴിക്കുമായിരുന്നു, പിന്നെ ഞങ്ങൾ അത് കുടുംബ ബന്ധത്തിന് വില കൽപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കിടയിലേക്ക് ഒരു പ്രവാചകൻ പിന്നെ വന്നു, ആ പ്രവാചകൻ ഞങ്ങൾക്ക് നല്ല മനുഷ്യരാകാൻ പഠിപ്പിച്ചു, സംസ്കാരം പകർന്നു തന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. കാരണം ഈ പെയ്ഗൻ കൾച്ചറുകളിൽ, ഈ വിഗ്രഹാരാധക സമൂഹങ്ങളിൽ ഈ ഡയറ്ററി ലോസ് എന്ന് പറയുന്നത് അത് പലപ്പോഴും വളരെ വീക്കായിരിക്കും. ചത്തത് തിന്നണമെങ്കിൽ, ഒരു മാംസം തിന്നണമെങ്കിൽ കുറേ കണ്ടീഷൻസ് പറഞ്ഞ സംഭവം സാധാരണ നിലക്ക് ഉണ്ടാവില്ല. പിന്നെ വിഗ്രഹാരാധനയാണ് ഇതിലെടുത്ത് പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഹലാലായതേ തിന്നാൻ പറ്റുള്ളൂ എന്ന് ഇസ്ലാമിൻ്റെ വളരെ ബേസിക് ആയൊരു സാധനമാണല്ലോ. അപ്പോൾ ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു മതത്തിൽ നിന്നുള്ളതുപോലെ ഏതെങ്കിലും മൃഗങ്ങൾക്ക് ദിവ്യത്വം ഉണ്ടെന്നോ അതുകൊണ്ട് അതിന് തിന്നാൻ പാടില്ല എന്നോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനോട് ഇസ്ലാം യോജിക്കുന്നേ ഇല്ല. പക്ഷേ മനുഷ്യനെ തിന്നാൻ പറ്റുന്ന ഒരു വൃത്തിയുള്ള മൃഗമാവണം. ഇപ്പോൾ പന്നിയിറച്ചി തിന്നാൻ പാടില്ല. ഈ മൃഗങ്ങളെ തിന്നുകയാണെങ്കിൽ ചത്ത മൃഗങ്ങളൊന്നും ആവരുത്, അത് പ്രത്യേകമായ രീതിയിൽ അറക്കണം, അതിനൊരു ഡീസൻറ്റ് പ്രൊസീജിയർ ഉണ്ട്, അങ്ങനത്തെ ഇറച്ചിയെ തിന്നാൻ പാടുള്ളൂ. ഇതൊക്കെ ശരിക്കും പെയ്ഗനിസത്തിൽ നിന്നുള്ള വളരെ ഫണ്ടമെൻ്റലായ ഡിഫറൻസ് ആണ്. പക്ഷേ ഈ ഡിഫറൻസ് ശരിക്കും ബിബ്ലിക്കലാണ്. കാരണം ബൈബിളിൻ്റെ ലൈനിലുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ ഹലാൽ മീറ്റ് ഉള്ളത് പോലെ കോഷർ മീറ്റ് ഉള്ളത്. ജ്യൂസ് ഈ ഇങ്ങനത്തെ ഇതേ കണ്ടീഷൻസ് ഉള്ള സംഭവങ്ങൾ ജ്യൂസും തിന്നുള്ളൂ, അവരും പന്നിയിറച്ചി തിന്നൂല. ഞാൻ പറയണത് ഇത് ബിബ്ലിക്കൽ പ്രോഫറ്റ്സ് പഠിപ്പിച്ചൊരു മെസ്സേജാണ്, അതിൻ്റെ പിന്തുടർച്ചയാണ് നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കാണുന്നത്. അപ്പോൾ നജ്ജാഷിക്ക് ശരിക്കും ഇത് ഈ സാധനം കണക്റ്റ് ആവും. പക്ഷേ നമ്മളിപ്പോൾ എന്താ സംഭവിച്ചത് ആലോചിച്ച് നോക്ക്, ക്രിസ്ത്യാനിറ്റിയിൽ ഈ പന്നിയിറച്ചി തിന്നാന്ന് പറയുന്നത് അത് കുഴപ്പമില്ല എന്നുള്ള നിലപാടിക്കാണ് ഇവോൾവ് ചെയ്തത് വന്നത്, ക്രിസ്ത്യാനിറ്റി ഇവോൾവ് ചെയ്ത് വന്നത്. യേശു ഒരിക്കലും പന്നിയിറച്ചി തിന്നിട്ടില്ല, യേശു ഒരിക്കലും പന്നിയിറച്ചി അനുവദിച്ചിട്ടില്ല. യേശു യഹൂദ സമൂഹത്തിലൊരു യഹൂദനായിട്ടാണ് ജീവിക്കുന്നത്. സർക്കംസിഷൻ നമ്മൾ പറയുന്ന ഈ സംഭവം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇല്ലാതാവുന്നു. അപ്പോൾ അസീമ തുടക്കത്തിൽ ചോദിച്ച എന്തുകൊണ്ട് ഇത്
യേശുവിനെ ബഹുമാനിക്കുമ്പോഴും രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കലി ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ ജീസസിൻ്റെ പല ടീച്ചിങ്സൊന്നും ഇതിങ്ങനെ റിമൂവ്ഡായി മാറി എന്നുള്ളതാണ് ഇത്തെ പ്രശ്നം. അപ്പോൾ ഇതിലേക്ക് തിരിച്ചു വന്നാൽ ജാഫർ റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പോൾ അതങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നജ്ജാഷി പിന്നെ കൂടുതൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ട് ജാഫർ ചെയ്യണത് സൂറത്ത് മറിയം ഓതുകയാണ്. ഖുർആനിലെ സൂറത്ത് മറിയം നജ്ജാഷിക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതൊരു ഒരു 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 ആ ഒരു മൊമെൻ്റ് നമ്മൾ ആലോചിച്ച് നോക്കുക. കാരണം യേശുവിൻ്റെ അനുയായികളാണ് എന്ന് സ്വയം വിചാരിക്കുന്ന, യേശുവിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അതിനെപ്പറ്റി ഒരുപാട് പഠിക്കുന്ന, ഈ പുതിയ നിയമ രേഖകളൊക്കെ മുന്നിൽ വെച്ച് ഗവേഷണങ്ങൾ നടത്തുന്ന ഒരു പണ്ഡിത സമൂഹം ജീസസിനെ അംഗീകരിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്ന വേറെ ഒരു കമ്മ്യൂണിറ്റി ലോകത്ത് ഇല്ലാത്തൊരു സമയത്ത്, കാരണം അന്നത്തെ ജൂയിഷ് സൊസൈറ്റി എന്ന് പറയുന്നത് ക്രൈസ്റ്റിനെ അംഗീകരിക്കണില്ലല്ലോ, അവിടെ ഇവരിങ്ങോട്ട് വരികയാണ്. അതായത് പെയ്ഗൻസ് മാത്രമുള്ള അറേബ്യ എന്ന് വന്നൊരു സംഘം സൂറത്ത് മറിയം ജാഫർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓതുകയാണ്. ആ ഓത്തിൻ്റെ ഒരു മാസ്മരികതയിൽ കൊട്ടാരം ഇങ്ങനെ തരിച്ച് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ സൂറത്ത് മറിയം നമ്മളിങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ നോക്കിയാൽ സക്കരിയാവിനെ പറ്റി പറയുന്നുണ്ട്, യോഹന്നാനെ പറ്റി പറയുന്നുണ്ട്. അതായത് യഹ്യാ നബി, സക്കരിയ നബി, മറിയം അവർ വളർന്നു വന്നത്, ഈസാ നബി ഉണ്ടാവുന്നത്, ഇതിങ്ങനെ കേട്ട് നജ്ജാഷി ഇങ്ങോട്ട് കരഞ്ഞു പോവുകയാണ്. അവിടെ ഇരിക്കുന്ന പുരോഹിതന്മാരൊക്കെ കരഞ്ഞു പോവുകയാണ്. കാരണം കന്യാമറിയത്തിനെ പറ്റിയും യേശുവിനെ പറ്റിയും യേശുവിൻ്റെ കുട്ടിക്കാലത്തിനെ പറ്റിയും ഇത്രയും ഹൃദയസ്പൃക്കായി സംസാരിക്കുന്ന വേറെ ഒന്നും അവർ കേട്ടിട്ടില്ല. അവരെ കയ്യിലുള്ള ന്യൂ ടെസ്റ്റമെൻറ്റ് ഡിവൈനാണെന്ന് അവർ പോലും വിചാരിക്കണില്ല. ഡിവൈൻലി റിവീൽഡ് ടെക്സ്റ്റ് ആണെന്നുള്ളത്. അത് ഹ്യൂമൻ ഓതർഷിപ്പാണ്. ഇത് പടച്ചോൻ്റെ അടുത്ത് നിന്നിട്ട് വന്ന വചനങ്ങൾ മറിയത്തിനെ പറ്റിയുള്ളത് അവർ കേൾക്കുകയാണ്. അപ്പോൾ അവരെ അത് കരയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈവൻ ചില റിപ്പോർട്ടുകളൊക്കെ കാണാം, അവർക്ക് അറബി അറിയില്ലെങ്കിൽ പോലും ഈ ഒരു സൂറത്ത് മറിയമിൻ്റെ ഒരു താളം ഉണ്ടല്ലോ, അത് ശരിക്കും വളരെ യുണീക്കാണ്. ഖുർആനിലെ നമ്മൾ വേറെ പല ഓരോ സൂറത്തുകൾക്ക് ഓരോ ശൈലിയാണല്ലോ. ഈ സൂറത്ത് മറിയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്നുള്ളതിൻ്റെ ഒപ്പം അത് ഖുർആൻ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ശൈലി എന്ന് പറയുന്നത്, ആ ഒരു റൈമിങ്, ആ ഒരു ടോൺ ഉണ്ടല്ലോ, ശരിക്കും നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഈസാ നബിനും മറിയത്തിനൊക്കെ കൊണ്ടുവരുന്ന ഒരു പിന്നെ ഒരു ഡെപ്പിക്ഷനാണ്. അപ്പം അത് പിന്നെ നജ്ജാഷി അതിൻ്റെ അർത്ഥങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ദ്വിഭാഷിയായിട്ടുള്ള ആളിതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പം അത്രയും അദ്ദേഹം ഇമ്പ്രസ്ഡ് ആവണം. അദ്ദേഹം പറയണം, ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് വരെ പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. കാരണം നിങ്ങൾ ഈ വിഗ്രഹാരാധകർ, ഈ പാരമ്പര്യമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആൾക്കാർ ഇതിൻ്റെ പേരിലാണോ ഇവരെ പീഡിപ്പിക്കണത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ യേശുവിൻ്റെ ജന്മം എന്ന് പറയുമ്പോൾ, ഈ നേറ്റിവിറ്റി സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ ഖുർആൻ അതിൽ വളരെ ഫേമാണ്. ഖുർആൻ വളരെ, അതായത് മറിയം എന്ന് പറയുന്നത് അത്രക്കും പിന്നെ എന്താണ് ഈ ചാരിത്രം സംരക്ഷിക്കുന്നതിലും ഭക്തി പുലർത്തുന്നതിലും പടച്ചോൻ്റെ അത്രയും ഇഷ്ടപ്പെട്ടൊരു സ്ത്രീയാണ്. അപ്പോൾ ഒരു അത്ഭുത ജനനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ യഹൂദരിൽപ്പെട്ട ചില ആളുകൾ മറിയമിനെ എന്താണ് ഒരു പിന്നെ ഔസുബില്ല, നമുക്കത് പറയാൻ പോലും വയ്യ. കാരണം ഈ അവിശുദ്ധമായ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞാണ് എന്നവർ ആരോപിച്ചു. മറിയമ്മനെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തി. അത് ഖുർആനിലും ബൈബിളിലൊക്കെ ഉണ്ട് ആ സംഭവം, അവരുടെ ഒരു അലിഗേഷൻ. എന്നിട്ട് ഖുർആൻ അതിനെ ഫേംലി ഡിനൈ ചെയ്യാണ്. അത് ഒരിക്കലും അല്ല, ഇതൊരു അത്ഭുത പടച്ചോൻ്റെ ഇടപെടൽ വഴി ഉണ്ടായ ഒരു അത്ഭുത ജനനമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പക്ഷേ ഈ ബിബ്ലിക്കൽ സ്റ്റോറി നമ്മൾ പരിശോധിക്കുമ്പോൾ മറിയമ്മൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, മറിയമ്മനൊരു ഭർത്താവുണ്ട്. അത് ന്യൂ ടെസ്റ്റമെൻറ്റ് സ്റ്റോറി നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ജോസഫ് എന്ന് പറയുന്നൊരു ഭർത്താവുണ്ട്. അപ്പോൾ ഈ ഒരു ഇമ്മാക്യുലേറ്റ് ബർത്ത് ഉണ്ടല്ലോ ജീസസിൻ്റെ, അതിനെ ചെറുതായിട്ടൊന്ന് ഒരു ഡൈല്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ. കാരണം ഭർത്താവുണ്ട്, പക്ഷെ അവർ തമ്മിൽ ശാരീരിക ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള നിലക്കാണ്, അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചിരുന്നു, അതിൻ്റെ ഒരു കോൺസ്യൂമേഷൻ നടന്നിട്ടില്ല എന്നുള്ള നിലക്കാണ് അതിൻ്റെ ഒരു ബിബ്ലിക്കൽ ഡിസ്ക്രിപ്ഷൻ. പക്ഷേ ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ അതിൽ അങ്ങനത്തെ ഒന്നുമില്ലാത്ത ഒരു പൂർണ്ണ കന്യകയായി അവിടെ പള്ളിയിൽ പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന, വളരെ അത്ഭുതകരമായി മലക്ക് വന്നിട്ട് പിന്നെ പടച്ചോൻ്റെ ദൂതൻ വന്നിട്ട് പിന്നെ കുട്ടിനെ പറ്റി സുവിശേഷം അറിയിക്കുന്ന ഒരു സംഭവമാണ് ഖുർആൻ അതിൽ പറയണത്. പിന്നെ ഓഫ് ലൈറ്റ് ഒറ്റ കാര്യം കൂടി പറയണം തോന്നുന്നത്, കാരണം ഈ ഒരു സംഭവത്തെ എടുത്തിട്ടാണ് പിൽക്കാലത്ത് ക്രിസ്ത്യാനിറ്റിയിൽ യേശു ദൈവപുത്രനാണ് അല്ലെങ്കിൽ ദൈവമാണെന്ന് വാദിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായത് ഈ പിതാവില്ലാതെ ഉണ്ടായി എന്നുള്ളൊരു സംഭവം വെച്ചിട്ടാണ്. അതെ. അപ്പോൾ കന്യകയായിട്ടുള്ള കന്യാമറിയത്തിൽ അള്ളാഹു എന്താ പറയുക ഈ ജീസസിൻ്റെ ജന്മം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇത് മദ്രസയിൽ പഠിക്കുമ്പോൾ അപ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് അവർക്കെതിരെ ആക്ഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ സമൂഹം പിന്നെ എങ്ങനെയാണ് അലഗേഷനെ മറികടക്കുന്നത്? മറിയാം ഗർഭം ധരിക്കുന്നു, അല്ല ഒന്ന് മറിയത്തിനെതിരെ ഈ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഒന്നെന്താ വെച്ചാൽ അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത് വളരെ പ്രിവിലേജ്ഡ് ആണ്, സോഷ്യലി വളരെ പ്രിവിലേജ്ഡ് ആണ്.
പിന്നെ സക്കരിയ നബിയുടെ സംരക്ഷണത്തിലാണ് അവർ വളരുന്നത്. അപ്പോൾ ആ ഒരു വളരെ സോഷ്യൽ പൊസിഷനിങ് ഉണ്ടല്ലോ, അത് അങ്ങനെ ആർക്കും പോയിട്ട് ആ രീതിയിൽ, അതായത് ഒരു പരിധി കടന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതായത് യഹൂദരിൽപ്പെട്ട വളരെ അറോഗൻ്റായ ആൾക്കാർ വളരെ മോശം ഭാഷയിൽ അവരെ അധിക്ഷേപിക്കുന്നുണ്ട്. അവർ ആ രീതിയിൽ ഒരു കയ്യേറാനുള്ള ശ്രമം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ അവരെ വലയും ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ആ ചില മിറക്കിൾസ് ഉണ്ടായി, ആ മിറക്കിൾസ് അവരുടെ നാവടക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ മറിയമ്മിനോട് ഖുർആൻ പറയുന്നുണ്ട്, ഈ ഗർഭിണിയായ അവസ്ഥയിൽ തന്നെ ഖുർആൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ ഈത്തപ്പന പിടിച്ചു കുലുക്കാൻ പറയുന്നു, അതെടുത്ത് കഴിക്കാൻ പറയുന്നു. പിന്നെ മറിയമ്മിന് ഭക്ഷണം ഇങ്ങനെ അത്ഭുതകരമായി. നേരത്തെ തന്നെ ഈ മിറക്കിൾസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിൻ്റെ ഒരു സെൻട്രൽ തീമാണ് ശരിക്ക്. അതായത് അത്ഭുത സംഭവങ്ങൾ, യേശു കഥകൾ. നമ്മൾ ഈ ക്രൈസ്തവ പാരമ്പര്യത്തിലെ യേശു കഥകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കേന്ദ്ര പ്രമേയം എന്ന് പറഞ്ഞാൽ ഈ അത്ഭുത സംഭവങ്ങളാണ്. കുറേ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകുന്നു. ശരിക്കും ഇസ്ലാമിലും അതുണ്ട്. അതായത് നമ്മൾ യേശുവിൻ്റെ കാര്യത്തിൽ നല്ല മറിയമിൻ്റെ കാര്യത്തിൽ തന്നെ പിന്നെ അത്രയും പുണ്യവതിയായൊരു സ്ത്രീയോടുള്ള അവരുടെ ഒരു കറാമ അങ്ങനെ ഉണ്ടല്ലോ, അവർക്ക് പടച്ചോൻ കൊടുക്കുന്ന ഒരു ആദരവ് എന്നുള്ള നിലക്ക് അവരുടെ ജീവിതത്തിൽ കുറേ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ആ അത്ഭുത സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ആ നിരയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഖുർആൻ പറയുന്നത്, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റും കൂടിയപ്പോൾ മറിയമ്മിനോട് തൊട്ടിലേക്ക് ചൂണ്ടാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ തൊട്ടിൽ ഇങ്ങനെ യേശു കിടക്കുന്നുണ്ട്, കുഞ്ഞു യേശു, ഉണ്ണി യേശു അങ്ങനെയാണല്ലോ പറയണത്. അപ്പോൾ പിന്നെ യേശു അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ നേരം അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, ഞങ്ങൾ ഇത് ചെറിയ കുട്ടിയല്ലേ, ഇപ്പം ഉണ്ടായ കുട്ടി, ആ കുട്ടീനോട് ഞങ്ങൾ എന്ത് ചോദിക്കാനാണ്, ഇപ്പോൾ പ്രസവിച്ചിരുന്ന നവജാത ശിശുവാണ്. പക്ഷെ മറിയം കുറേ നോമ്പിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, നീയായിട്ടൊന്നും പറയാൻ പോകണ്ട, ബാക്കി ആ കുട്ടി പറഞ്ഞോളും എന്ന് അള്ളാഹു, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു മറിയത്തിനോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ അതിൽ മറിയം യേശുവിൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നു. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ തൊട്ടിലിൽ കിടന്നൊരു കുഞ്ഞ് സംസാരിക്കുക എന്നുള്ള ലോക ചരിത്രത്തിലെ തന്നെ അത്യപൂർവമായ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അത് ലോക ചരിത്രത്തിൽ ആകെ ഉണ്ടായത് പിന്നെ 3 തവണയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സംഭവം യേശു തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചാണ്. പക്ഷെ ഇതിലുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ദിസ് സ്റ്റോറി ഈസ് ടോട്ടലി അൺനോൺ ടു ദി ബൈബിൾ. ബൈബിളിൽ പരാമർശം പോലും ഇല്ല. അത് പിന്നെ അതായത് ബൈബിളിൽ പുതിയ നിയമത്തിലാണല്ലോ, ന്യൂ ടെസ്റ്റമെന്റിലാണല്ലോ ഈ സംഭവങ്ങൾ പിന്നെ ഉള്ളത്, യേശുവിൻ്റെ ഒരു ജീവിതം വരുന്നത്. അപ്പം അതിൽ ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് ജോസഫുമായിട്ട് കല്യാണം കഴിഞ്ഞ രീതിയിലാണ് ബൈബിൾ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറയണത്, യേശുവിൻ്റെ അമ്മയെ ഈ രീതിയിൽ അവിടുത്തെ സമൂഹം ചോദ്യം ചെയ്ത സമയത്ത് ഉമ്മാൻ്റെ ഒരു റെസ്പെക്റ്റ്, അതായത് ഉമ്മാൻ്റെ ഒരു ഹോണറിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തൊട്ടിലിൽ കിടന്ന് യേശു സംസാരിച്ചു എന്നുള്ളൊരു അത്ഭുതം പടച്ചോൻ്റെ ഇടപെടലിൻ്റെ ഫലമായി ഉണ്ടായി എന്ന് പറയുന്ന ലോകത്തിലെ ഒരേ ഒരു മതമാണ് ഇസ്ലാം. ഇത് ഒരേ ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ, ഒരേ ഒരു പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ മുസ്ലിങ്ങളെ എങ്ങനെയാണെന്ന് ക്രിസ്ത്യാനികൾക്ക് മുന്നിൽ ചിത്രീകരിക്കപ്പെടുന്നത് നമ്മൾ ആലോചിച്ച് നോക്കാം. അതായത് ഈ ജുഡായിസം ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു യേശു ചിത്രം അല്ലെങ്കിൽ മറിയത്തിൻ്റെ ചിത്രം അതിനങ്ങോട്ട് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതിന് നേരെ വിരുദ്ധമായി ഇവരുടെ ഒരു ഡിഗ്നിറ്റിനെ അത്രയും അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു ചിത്രീകരണമാണ് ഖുർആൻ നടത്തുന്നത്. അപ്പോൾ അത് വളരെ ഫാക്ച്വലാണ്. ഞാനതാ പറഞ്ഞത്. അത് യേശുവിനെ പറ്റി മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ സോഴ്സ് ഇല്ല, കോണ്ടംപററി ആയ സോഴ്സുകളില്ല. പക്ഷേ ഈ ഒരു എപ്പിസോഡ് പടച്ചോൻ പ്രിസർവ് ചെയ്യാണ്. അത് യേശുവിന് പടച്ചോൻ കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. യേശു ആ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചത് ആരാ കേട്ടിട്ടുണ്ടാവുക? ആ ചുറ്റുള്ള ആൾക്കാർ മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അത് എവിടെ റെക്കോർഡഡ് അല്ല, ഡോക്യുമെന്റഡ് അല്ല. അത് ഇവരീ പറയുന്ന ന്യൂ ടെസ്റ്റമെന്റിൽ പോലും അത് കടന്നു വന്നിട്ടില്ല. കാരണം ഇത് യേശുവിൻ്റെ കാലത്ത് എഴുതപ്പെടുന്നതല്ല, ഇത് പിൽക്കാലത്ത് എഴുതപ്പെടുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ആരും ഓർമ്മയിലത് ഉണ്ടാവില്ല. പിന്നെ വേറൊരു സാധ്യത ഉള്ളതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ന്യൂ ടെസ്റ്റമെന്റിന്റെ ഭാഗമായി കാണുന്ന എഴുത്തുകളല്ലാതെയും യേശുവിനെ പറ്റി പല എഴുത്തുകളും ഉണ്ടായിരുന്നു. പക്ഷേ സഭയുടെ ഈ കാനോനീകരണ പ്രക്രിയയിൽ പലതും പുറത്താവുകയാണ് ചെയ്തത്. അപ്പോൾ ഇൻഫന്റ് ഗോസ്പൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഇവർ സാധാരണ അപ്പോക്രിഫ എന്നൊക്കെ പറയുന്നത്, അതായത് അത് ഒതന്റിക് അല്ല എന്ന് പറഞ്ഞിട്ട് സഭകൾ തള്ളിക്കളയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ കഥകളുണ്ട്, ഇങ്ങനത്തെ ചില സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ രചിക്കപ്പെട്ടതാണോ അതോ പിൽക്കാലത്ത് ഇസ്ലാമിക സ്വാധീനം കൊണ്ട് ഏതെങ്കിലും കാലത്ത് ഇതിൽ നിന്ന് അങ്ങോട്ട് ഈ സംഭവം വന്നതാണോ നമുക്കറിയില്ല. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആരുടെയും ടെസ്റ്റിമണി ആവശ്യമില്ല. കാരണം ഇത് പറയുന്നത് അള്ളയാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനാണ്. അപ്പോൾ അതിൽ ആ മിറക്കിൾസ് എന്ന് പറയുമ്പോൾ ജീസസിൻ്റെ മിറക്കിൾസ് ആണ് ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ്. പക്ഷെ അതിലുള്ളൊരു, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ യേശുവിൻ്റെ അത്ഭുത ജനനം ഉണ്ടായതുകൊണ്ട് യേശു
ദൈവമാണ് എന്ന ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പിൽക്കാലത്ത് ക്രിസ്ത്യാനിറ്റി പോയി എന്നുള്ളതാണ്. അതിനോട് ഇസ്ലാം വളരെ ശക്തമായി വിയോജിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം പറയണത് എന്താ വെച്ചാൽ മിറക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ശരിക്കും മിറക്കിൾ എന്ന് പറഞ്ഞാൽ? ഈ യൂണിവേഴ്സിൻ്റെ ഒരു മിറക്കിളാണ്. നമ്മളൊക്കെ മിറക്കിളാണ്, നമ്മുടെ ശരീരം മിറക്കിളാണ്, നമ്മളെ ജനനം മിറക്കിളാണ്. അതായത് നമ്മളൊരു ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നൊരു കുഞ്ഞുണ്ടാവാന്നാണ്, അത് മിറക്കിളല്ലേ? അത് മിറക്കിളാണ്. ആ കുഞ്ഞിനതിൽ എന്തേ പങ്കുള്ളതുകൊണ്ടാണോ? അത് ആ കുഞ്ഞിൻ്റെ വലുപ്പമല്ല ആ നിലക്ക് കാണിക്കുന്നത്, പടച്ചോൻ്റെ വലുപ്പമാണ് കാണിക്കുന്നത്. പക്ഷേ വി ആർ യൂസ് ടു ഇറ്റ്. നമ്മളതിങ്ങനെ സ്ഥിരമായി സംഭവിക്കും. കാരണം അത് പടച്ചോൻ പ്രപഞ്ചത്തിന് നിശ്ചയിച്ചൊരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾക്കത് പരിചിതമാണ്. ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ പടച്ചോൻ ആ വ്യവസ്ഥയെ ഒന്നിട്ട് മാറ്റിവെക്കും. അതായത് ചെറിയൊരു സമയത്തേക്ക് അത് മാറ്റിവെച്ചിട്ട് ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ രീതിയിൽ വേറെ ഏതെങ്കിലും ഒരു മിറക്കിൾ കാണിക്കും. അപ്പം നമ്മൾക്കതൊരു പുതിയൊരു മിറക്കിളായി തോന്നും. അതിനെയാണ് നമ്മൾ ഈ മിറക്കിൾ എന്ന് പറയുന്നത്. മിറക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാം മിറക്കിൾ തന്നെയാണ്. അപ്പോൾ നമ്മളുണ്ടായ രീതി മിറാക്കുലസ് ആണ്. പക്ഷെ അതിന് വ്യത്യസ്തമായ രീതിയിലാണ് യേശുവിനെ പടച്ചോൻ ഉണ്ടാക്കിയത് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശു ദൈവമാവില്ല എന്ന് പറയണ്ടേ. എന്നിട്ട് ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്, വളരെ മനോഹരമായി ഖുർആൻ ഏത് ക്രിസ്ത്യൻ സഹോദരനും മനസ്സിലാവുന്ന ഭാഷയിൽ ഖുർആൻ പറയുന്നുണ്ട്. പടച്ചോൻ്റെ അടുത്ത് യേശുവിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആദമിൻ്റെ ഉദാഹരണം പോലെയാണ്. ആദമിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? ആദമുണ്ടായത് ഉമ്മാൻ്റെ മാപ്പാൻ്റെ അടുത്ത് നിന്നാണോ? രണ്ടുമല്ല. അതായത് പിതാവില്ലാതെ ജനിച്ചത് കൊണ്ടാണ് യേശു ദൈവമാവണമെന്നുണ്ടെങ്കിൽ മാതാവും പിതാവും ഇല്ലാതെ ജനിച്ച ആദം അതിനേക്കാൾ വലിയ ദൈവമാവണ്ടേ? പക്ഷെ ആദം ദൈവമാണെന്ന് ക്രിസ്ത്യൻ സഹോദരങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. കാരണം അത് ബിബ്ലിക്കലി ആ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. കാരണം ആദാമിനെ പടച്ചോൻ ഉണ്ടാക്കിയതാണ്. പടച്ചോൻ ആദാമിനെ ഉണ്ടാക്കാൻ സ്വീകരിച്ച രീതി അതാണ്. ഹവ്വ എങ്ങനെ ഉണ്ടായത്? ഹവ്വയെ ആദാമെന്നാണ് ഉണ്ടാക്കിയത്. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും അല്ലാതെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പടച്ചോൻ സ്വീകരിക്കുന്ന ഒരു രീതി തന്നെയാണ്. ആ രീതി പടച്ചോൻ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ ഒരു ഡിവിനിറ്റി വരിക എന്നുള്ള ചോദ്യമാണ് ഖുർആൻ ചോദിക്കുന്നത്. അതേപോലെ ഈ മിറക്കിൾസിൻ്റെ കാര്യം പറയുമ്പോഴും യേശു തൊട്ടിൽ കിടന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പടച്ചോൻ സംസാരിപ്പിക്കാൻ വിചാരിച്ചാൽ പടച്ചോൻ ആരെയും ഏത് സമയത്തും സംസാരിപ്പിക്കും. അപ്പോൾ ഇതല്ലാത്ത കുറേ മിറക്കിൾസ് യേശു ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇല്ലേ? ഇപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുക, ഈ വെള്ളപ്പാണ്ടുള്ളവരെ സുഖപ്പെടുത്തുക, അന്ധത മാറ്റുക, ഇങ്ങനത്തെ ഇത് പിന്നെ ബിബ്ലിക്കലുമാണ് ഖുർആനിക്കുമാണ്. ഹദീസുകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഒന്നുമല്ല. അങ്ങനെ ചില അത്ഭുതങ്ങൾ കാണിക്കാനുള്ള കഴിവ് അള്ളാഹു ആ സമയത്ത്, അല്ലെങ്കിൽ ആ അത്ഭുതങ്ങൾ യേശുവിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ചു. അതായത് പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് പ്രകടിപ്പിച്ചു. ഇതൊരു മെസ്സഞ്ചറാണ്. അതായത് ഒരു കൺഫർമേഷൻ ഉണ്ടല്ലോ, ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ബോധ്യപ്പെടാൻ വേണ്ടി ഇദ്ദേഹം സംസാരിക്കുന്നത് പടച്ചോൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ചില അത്ഭുതങ്ങൾ കാണിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ ഒരാൾ ദൈവമാവുക? അതിൽ നമ്മൾ ക്രിസ്ത്യൻ സഹോദരങ്ങൾ എന്താ വെച്ചാൽ അവരതിനെ പറ്റി ഡീപ്പായിട്ട് ആലോചിക്കണമെന്നുണ്ടാവില്ല. ഞാൻ പറയുന്നത് ഇതിനേക്കാളും അതാണ്. അതായത് ഈ മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവിതത്തിലുള്ള ഒരു പുതിയ സംഭവമല്ല. ഈ ബിബ്ലിക്കൽ പ്രോഫറ്റ്സ്, ഒരു പ്രോഫറ്റിക് ലൈൻ ഉണ്ടല്ലോ. നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണുന്ന ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മോശ അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ മോശ ദൈവമാവണുണ്ടോ? അതിൻ്റെ പേരിൽ പിന്നെ വേറെ ആരെങ്കിലും ദൈവമുണ്ടോ? ആരും ദൈവമാവണില്ല. അതാരും ദൈവമാവൂല. നമ്മൾ ബൈബിൾ നമ്മളിന്ന് കണ്ണ് തുറന്ന് വെച്ച് വായിച്ചാൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ബൈബിൾ ഒരിക്കലും എൻഡോഴ്സ് ചെയ്യണില്ല. അപ്പോൾ അതാണ്, അതായത് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് യേശുവിനോടുള്ള സ്നേഹം ബഹുമാനമൊക്കെ നിലനിന്നപ്പോഴും യേശുവിന് പരിചയമില്ലാത്തൊരു ദൈവസങ്കല്പത്തിലേക്ക് അവർ തെന്നിപ്പോയി എന്നുള്ള കാര്യമാണ് ശരിക്കും ഖുർആൻ പറഞ്ഞു വരുന്നത്. അതെനിക്ക് തോന്നുന്നത് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് തന്നെ ഒരു ജെന്യുവിനായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ അവർക്ക് തന്നെ മനസ്സിലാക്കാവുന്നൊരു വിഷയമേ ഉള്ളൂ എന്നാണ്. ഇപ്പോൾ യേശു പരലോകത്ത് വരുന്നൊരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരലോകത്ത് ഹാജരാക്കപ്പെടും. ആ സമയത്ത് പടച്ചോൻ ഈസാ നബിനോട് ചോദിക്കുന്നതാണ്, യേശുവെ നീയാണോ ഈ ജനങ്ങളോട് പറഞ്ഞത് നിന്നെ ഒരു ആരാധ്യനായി സ്വീകരിക്കാൻ? അതേപോലെ നിൻ്റെ മാതാവിനെയും. മറിയം വർഷിപ്പ് ഓഫ് മേരി എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ തമ്മിൽ വളരെ വ്യാപകമായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കാര്യമാണ്. ഈ ഒരു പുണ്യവാള മെയിൻസ്ട്രീമായി എല്ലാവരും അംഗീകരിക്കുന്നതാണോ അത്?
അംഗീകരിക്കാൻ പറഞ്ഞാൽ അതിൽ ഡിബേറ്റ് ഉണ്ട്. അതായത് മേരീനെ വർഷിപ്പ് ചെയ്യാൻ പാടുണ്ടോ അതോ ജീസസിന് മാത്രമാണ്. അതായത് ഈ പുണ്യവാള പൂജ എന്ന് പറയുന്ന ഒരു സംസ്കാരം ക്രിസ്ത്യാനിറ്റിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അതിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റന്റ് എനിക്ക് തോന്നുന്നത് മറിയത്തിനെ ആരാധിക്കാൻ തുടങ്ങിയതായിരിക്കും. ജീസസ് അങ്ങനെ തന്നെയാണ്, പക്ഷെ ജീസസിനെ പിന്നെ ക്രിസ്റ്റോളജിയിൽ തിയോളജിക്കലി വ്യാഖ്യാനിച്ചിട്ട് ദൈവം തന്നെ ആക്കി മാറ്റുന്ന ഒരു വ്യാഖ്യാന രീതിയാണല്ലോ പിന്നെ ഉണ്ടായത്. പക്ഷേ മറിയത്തിനെ അങ്ങനെയല്ല കാണുന്നത്. അപ്പോൾ മറിയത്തിനൊരു ഈ പുണ്യവതികളെ അല്ലെ പിന്നെ പുണ്യപുരുഷന്മാരെ പൂജിക്കുക അല്ലെങ്കിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരെ ദൈവവൽക്കരിക്കുന്ന ഒരു പ്രവണത. ദൈവവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ളൊരു ദൈവം എന്നുള്ള ആൾക്കല്ല, ഒരു അങ്ങനെ ഉണ്ടല്ലോ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പ്രത്യേക അനുഗ്രഹങ്ങളും കഴിവുകളൊക്കെ കിട്ടിയ അവരെ ഇടയാളനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് ഖുർആൻ റെഫറൻസ് ചെയ്യുന്നുണ്ട് മറിയത്തിനെ ഇവർ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ പരലോകത്ത് വരുമ്പോൾ യേശുവിനോട് ചോദിക്കുന്നതാണ്, പടച്ചോൻ നീയാണോ ഇത് ഇവരോട് പറഞ്ഞത്? അപ്പോൾ യേശു അവരെ മുന്നിൽ വെച്ചിട്ട് പടച്ചോനോട് പറയും, എങ്ങനെയാണ് പടച്ചോനെ ഞാനത് പറയുക? അതല്ലല്ലോ നീ എന്നെ പഠിപ്പിച്ചത്, എന്നോട് പറയാൻ ഏൽപ്പിച്ചത്, ഞാനൊരിക്കലും അത് പറയൂല എന്ന് നിനക്കറിയാലോ എന്ന് യേശു ആ സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷന് പരലോകത്ത് വെച്ച് യേശു എന്നെ നേരിട്ടത് പറഞ്ഞു കൊടുക്കുന്നതാണ് ഖുർആൻ പറയണത്, എങ്ങനെ ഒരിക്കലും ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ അത് ഖുർആൻ്റെ പൊസിഷൻ ഇറ്റ്സ് ലൗഡ് ആൻഡ് ക്ലിയർ, അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ അത് മറിയമ്മനുണ്ടാവും, യേശുവിനുണ്ടാകും, വേറെ മുഹമ്മദ് നബിക്ക് ഒരുപാട് മിറക്കിൾസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അസേർഷൻ എന്താണ്? മുഹമ്മദ് നബി ഒരിക്കലും ദൈവമല്ല, ഒരിക്കലും ദൈവമല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, യേശു ദൈവമല്ല, അല്ലെങ്കിൽ ഈ അത്ഭുത ജനനം യേശുവിനെ ദൈവമാക്കുന്നില്ല എന്ന ഇസ്ലാമിൻ്റെ പൊസിഷൻ ഇറ്റ്സ് നോട്ട് എ ഡിസ്റെസ്പെക്റ്റ് ഒരു നിലക്കും. അതൊരു ഡിസ്റെസ്പെക്റ്റേ അല്ല. യേശുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ മുസ്ലിങ്ങൾ കടപ്പെട്ടവരാണ്. അത് ഖുർആനിൽ നിങ്ങൾക്കിത് ശരിക്ക് കാണാം. പക്ഷേ അങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ആണെങ്കിൽ മുഹമ്മദ് നബിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിങ്ങൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് ആരും പറയണില്ലല്ലോ. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാണ്, പ്രവാചകന്മാരിൽ അന്തിമനാണ്, പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. പക്ഷേ മുഹമ്മദ് നബി ദൈവമല്ല, മുഹമ്മദ് നബിനെ ആരാധിക്കാൻ പാടില്ല. മോശേനോടുള്ള ഡിസ്റെസ്പെക്റ്റ് അല്ല, ജൂതന്മാർ മോശേനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാണോ ദൈവമല്ല എന്ന് പറയുമ്പോൾ? അപ്പോൾ അത് പ്രവാചകന്മാരുടെ ഒരു മെസ്സേജാണ്, നമ്മളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. യെസ് യെസ്. അപ്പോൾ ജന്മം ഉണ്ടാവുന്നു അത്ഭുത ജനനത്തിലൂടെ, പിന്നീട് എങ്ങനെയാണ് ബാല്യം എങ്ങനെയാണ് മുന്നോട്ട് വന്നത്? അല്ല, ബാല്യം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ യേശുവിനെ പറ്റി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള കുറേ സോഴ്സുകളില്ല. കാരണം ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ യേശുവിൻ്റെ തിരോധാനം, കോട്ട് ആൻഡ് കോട്ട് തിരോധാനം അങ്ങനെ പറയാം. കാരണം യേശു കുരിശിൽ തറക്കപ്പെട്ടു എന്ന് ക്രൈസ്തവ സമൂഹം പൊതുവെ വിശ്വസിക്കുന്നു, അങ്ങനെ അല്ലാന്ന് മുസ്ലിങ്ങൾ. അപ്പോൾ യേശുവിൻ്റെ ഒരു എൻഡിങ്, ഇഹലോക ജീവിതത്തിൻ്റെ ഒരു എൻഡിങ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വേറെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ യേശു ഇവിടെ ഉണ്ടായിരുന്നൊരു കാലത്ത് യേശുവിൻ്റെ ഒരു മിനിസ്ട്രി, അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രിസ്ത്യൻ ടേം, യേശുവിൻ്റെ ഒരു പ്രബോധനം തുടങ്ങുന്നത് ഏതാണ്ട് യേശുവിൻ്റെ ഒരു 30 വയസ്സ് ആ ഒരു പ്രായത്തിലാണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഒരു കുറഞ്ഞ വർഷം, ഒരു 2-3 വർഷങ്ങളെ യേശു ഈ ദൗത്യവുമായി അവിടെ നിൽക്കുന്നുള്ളൂ, വളരെ കുറഞ്ഞ. അതുവരെ യേശു അവരുടെ കൂട്ടത്തിലൊരു പിന്നെ എന്താണ് ഒരു യഹൂദനായി, അങ്ങനെ ഒരു ഭക്തനായൊരു യഹൂദനായി ജീവിച്ചു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ യഹിയാ നബി യേശുവിൻ്റെ അതേ കാലത്തുണ്ടല്ലോ. അപ്പോൾ യഹിയാ നബിയാണ് യേശുവിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതൊരു പ്രത്യേക ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ആളാണെന്നുള്ള നിലക്കൊക്കെ. കാരണം യഹൂദന്മാർ ഈ മസീഹ്, മിശിഹ, ക്രൈസ്റ്റ് അങ്ങനെ ഒരാൾ ഈ പ്രൊഫസീസ് വെച്ചിട്ട് അങ്ങനെ ഒരാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരാൾ വരുമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞിട്ട്. കാരണം യഹിയാ നബി എന്ന് പറഞ്ഞാൽ അടുത്ത സക്കരിയ നബി എന്ന് പറഞ്ഞാൽ അവരുടെ നേതാവാണ്. അപ്പോൾ യഹിയാ നബി അങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. യഹിയാ നബിയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രബോധനമൊക്കെ എവിടെയായിരുന്നു? അല്ല, അതായത് നമ്മൾ 2 തരത്തിലുള്ള പ്രവാചകന്മാരെ പറയുമല്ലോ. നമ്മൾ റസൂൽ നബി എന്ന് പറയും ഇസ്ലാമിൻ്റെ ടെക്നിക്കൽ ടേം വെച്ചിട്ട്. ഒരു വലിയൊരു മിഷനെ ഏൽപ്പിക്കപ്പെടുന്ന പ്രവാചകന്മാരെയാണല്ലോ സാധാരണ നമ്മൾ റസൂൽ എന്ന് പറയുന്നത്. ഈ ബനു ഇസ്രായേൽ സമൂഹത്തിൽ എന്താ വെച്ചാൽ നബിമാർ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അത് അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുക, ആ രീതിയിലുള്ളൊരു ദൗത്യമാണ്. അത് യഹിയാ നബി അവിടെ ചെയ്യുന്നുണ്ട്, സക്കരിയ നബി അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ യേശുവിനെ ഒരു ഗ്രാൻഡ് മിഷൻ ഏൽപ്പിച്ചിട്ട് ആ നിലക്കുള്ളൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതാണ് ജോൺ ദി ബാപ്റ്റിസ്റ്റ്. നമ്മൾ ഈ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ കാണുന്ന ജോൺ ദി ബാപ്റ്റിസ്റ്റ് അതാണ്, ഈ ഖുർആൻ യഹിയ എന്ന് പറയുന്ന പ്രവാചകൻ. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ, മലയാളം ബൈബിൾ വെച്ച് പറഞ്ഞാൽ. അപ്പോൾ അതിൽ യേശുവിൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. അപ്പോൾ യേശു എന്താ വെച്ചാൽ ഈ പുതിയ നിയമം അവിടുത്തെ ഒരു പൗരോഹിത്യത്തിനെയാണ് ശരിക്കും യേശു പിടിച്ചു കുലുക്കുന്നത്. യേശു ക്രിസ്തു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, കാരണം ഈ പ്രീസ്റ്റ്ഹുഡ്, കാരണം അവർ ഈ പുതിയ നിയമത്തിൻ്റെ ആൾക്കാരാണ്, അവരാണ് നിയമത്തിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ആ നിയമത്തിൻ്റെ ഒരു അന്തസത്ത ആത്മാവ് ചോർത്തിക്കളയുന്നു. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ആൾക്കാർക്കൊരു തെർബിയത്തില്ല,
അതിൻ്റെ ഒരു സംസ്കരണമല്ല. നിയമം ഇങ്ങനെ പാലിക്കുന്നുണ്ട്, പക്ഷെ ആ നിയമം ഉണ്ടാക്കേണ്ട ഒരു സംസ്കരണം ഓരോ മനസ്സിലും ഇതിലൊന്നും ഇല്ല. അപ്പം അവരെ ഒന്ന് ആർദ്രത, ആ ഒരു നിയമത്തിൻ്റെ ഒരു സെൻസിലേക്ക് ഓരോ തിരിച്ചു വിളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈസാ നബി ചെയ്യണത്. പിന്നെ പള്ളിയിലേക്ക് ചെല്ലുന്നു, ബൈത്തുൽ മഖ്ദിസിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് എന്താണ് അവിടുത്തെ പുരോഹിതന്മാർ ചോദ്യം ചെയ്യുന്നത്. അവിടുത്തെ ഈ കുറേ ഒരു സ്യൂഡോ കുറേ കാട്ടിക്കൂട്ടലുകളുണ്ടല്ലോ, മതം എന്നുള്ള പേരിൽ. ഉള്ളിൽ മതമില്ലാതെ മതത്തിൻ്റെ കുറേ ജഡികമായ ആചാരങ്ങൾ കാണിച്ചിട്ടും കുറേ മതവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടും. അപ്പോൾ അവരൊക്കെ ഒന്ന് തട്ടി വിളിച്ച് അതിനൊക്കെ ശക്തമായി ഇടപെട്ട് അവരെയൊക്കെ പ്രകോപിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ എന്നാണ് നമ്മൾ പുതിയ നിയമത്തിൻ്റെ ഒരു വിവരണത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അത് നമുക്ക് ആകാം. കാരണം അതാ പറഞ്ഞത്, ഇതെന്താ വെച്ചാൽ യേശു, അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, യേശു ഇതിങ്ങനെ കുറച്ച് കാലം യേശു ചെയ്യുന്നുള്ളൂ, അപ്പോഴേക്ക് പിന്നെ യേശുവിനെ കാണാതാവുകയാണ്. അപ്പോൾ ആ കാണാതായ യേശുവിനെ പറ്റി പിന്നെ ഇങ്ങനെ ഒരു കുറേ ധാരണകളും കുറേ വിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെടണം. കാരണം അവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്, ആളിവിടെ ഇല്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കിടയിൽ ഇങ്ങനെ കുറേ പലതരത്തിലുള്ള ധാരണകൾ രൂപപ്പെടണം. അപ്പോൾ ആ ധാരണകൾ രൂപപ്പെടുത്തുന്നതിൽ വളരെ സെൻട്രലായൊരു റോള് വഹിച്ച ഒരാളാണ് പൗലോസ് എന്ന് പറയുന്ന ആൾ, പോൾ. ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ പോളൈൻ ക്രിസ്ത്യാനിറ്റി എന്നാണ് ശരിക്ക് നമ്മൾ അക്കാഡമിക്കായിട്ട് പറയുക. കാരണം പോൾ ആണ്, ജീസസ് അല്ല ശരിക്കും ക്രിസ്ത്യാനിറ്റിൻ്റെ ഒരു റിയൽ ഫൗണ്ടർ എന്ന് പറയുന്നത്. കാരണം ജീസസ് വാസ് എ ജ്യൂ, അതാണ് എൻ്റെ ഫാക്റ്റ്. അദ്ദേഹം യഹൂദ മതം അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ യഹൂദ മതത്തിൽ നിന്ന് വേറിട്ടൊരു ദൈവശാസ്ത്രം ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നത് ശരിക്കും പൗലോസാണ്. അപ്പോൾ അദ്ദേഹം യേശുവിൻ്റെ സമകാലികനാണ്, പക്ഷേ യേശുവിൻ്റെ ശിഷ്യനായിരുന്നില്ല. യേശുവിൻ്റെ ശത്രുവായിരുന്നു, യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ശത്രുവായിരുന്നു. അദ്ദേഹം ഒരു യഹൂദനാണ്, യഹൂദ സമൂഹത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം യേശുവിനെ ഭയങ്കരമായി എതിർത്തിരുന്ന, അതായത് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു ഈസാ നബിക്കെതിരെ. അവിടുത്തെ യഹൂദ സമൂഹത്തിൽ നിന്ന് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ എതിർപ്പുകൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹം യേശുവിൻ്റെ ഈ തിരോധാനത്തിന് ശേഷം അദ്ദേഹം പിന്നെ വന്നിട്ട് പറയുകയാണ്, യേശുവിൻ്റെ ഒരു വിഷൻ എനിക്കുണ്ടായി, യേശു എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, എന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, ഞാൻ റിപ്പൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് വരികയാണ്. അങ്ങനെ പൗലോസ് ഒരു പുതിയ തിയോളജി, ഒരു പുതിയ ദൈവശാസ്ത്രം, ഞാൻ പറയുന്നത് യേശു ഒരിക്കലും പഠിപ്പിച്ചിട്ടോ പ്രചരിപ്പിച്ചിട്ടോ ഇല്ലാത്ത ഒരു തിയോളജി പൗലോസ് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായ യാഥാർത്ഥ്യം. അപ്പോൾ അത് ഖുർആനും ഹദീസും വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്. അതായത് യേശുവിൻ്റെ വളരെ സിമ്പിളായ പ്രിസ്റ്റീനായൊരു മെസ്സേജ് ഖുർആനിലും ഹദീസിലും ഉണ്ട്. നമ്മൾ ബൈബിൾ ന്യൂ ടെസ്റ്റമെൻറ്റിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ പൗലോസിൻ്റെ ഒരു തിയോളജിയാണ്. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മാർക്കോസിൻ്റെ ആണ് ആദ്യത്തെ സുവിശേഷം നമ്മൾ പറയാം. ഇവരെഴുതിയ സുവിശേഷങ്ങൾ, പൗലോസിൻ്റെ ലേഖനങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായും പുതിയ നിയമത്തിൻ്റെ ഉള്ളടക്കം. പൗലോസിൻ്റെ ലേഖനങ്ങളാണ് ഇതിൽ ആദ്യം എഴുതപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും നേരെ തിരിച്ച് അതിൻ്റെ ക്രൊണോളജി നമുക്ക് തോന്നുന്നത്. കാരണം ഈ ആദ്യത്തെ 4 എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവചരിത്രങ്ങളാണ്. മറ്റത് പൗലോസ് എഴുതിയ പ്രബോധന കുറിപ്പുകളാണ്. അതായത് പല സമൂഹങ്ങൾക്കും പൗലോസ് കൊരിന്ത്യർക്ക് അയച്ച കത്ത്, അപ്പോസ്തല പ്രവൃത്തികൾ. അതായത് യേശുവിന് ശേഷം ക്രിസ്തുമതം പലരെയും ക്രിസ്തുമതത്തേക്ക് ക്ഷണിച്ചിട്ടും ഇതിൻ്റെ വിശ്വാസങ്ങൾ വിശദീകരിച്ചിട്ടും പിന്നെ ഇതിൻ്റെ ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ടൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൗലോസ് അദ്ദേഹത്തിൻ്റെ ഈ ദൗത്യമൊക്കെ നടത്തി ഒരു പുതിയ മതം പ്രചരിപ്പിച്ച് അതിന് ശേഷമാണ് ഈ 4 സുവിശേഷങ്ങൾ പോലും രചിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലെൻസിലൂടെ ക്രിസ്തു ദൗത്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതാണ് ശരിക്ക് പുതിയ നിയമത്തിലെ ഇതെന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ഇൻഫ്ലുവൻസ് അത്രയും ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും ഇല്ലാത്ത ഏറ്റവും ലേറ്റായ സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അതിലില്ലാത്ത വളരെ കോംപ്ലക്സ് ആയ കുറേ തിയോളജിക്കൽ പ്രയോഗങ്ങളൊക്കെ നമ്മൾക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. അത് തീർത്തും പൗലോസികമാണ്, അത് ഒരിക്കലും യേശുവിൻ്റെതല്ല. വളരെ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ അവിടെ ഇങ്ങനെ എത്തുമ്പം നമ്മൾക്ക് തന്നെ ഇങ്ങനെ ഒരു പുതിയൊരു ഭാഷയിൽ എത്തിപ്പെട്ട പോലെ യേശുവിൻ്റെ പ്രബോധനങ്ങളിലൊന്നും ഇല്ലാത്ത കുറേ വാക്കുകൾ കയറി വരുന്നത് പോലെ നമ്മൾക്ക് തോന്നും. അപ്പം നമ്മളെ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അത്രയും ലേറ്റ്, അതായത് ഓർമ്മക്കുറിപ്പുകളാണ് ഒരു കണക്കിന് പറഞ്ഞാൽ. അതായത് ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു, ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക് എന്ന് പറഞ്ഞത് യേശുവിൻ്റെ ബയോഗ്രഫികളാണ്, യേശുവിൻ്റെ ജീവചരിത്രങ്ങളാണ്. ഇത് മത്തായി എഴുതിയതല്ല, മാർക്കോസ് എഴുതിയതല്ല, ലൂക്കോസ് എഴുതിയതല്ല, അവരെഴുതിയതാണെന്നുള്ളതിന് തെളിവൊന്നുമില്ല
അതായത് അവരുടെ പേരിലാണിത് അറിയപ്പെടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ പിൽക്കാലത്ത് പൗലോസിൻ്റെ സ്വാധീനമുണ്ടായിരുന്ന ആൾക്കാരൊക്കെയോ യേശുവിൻ്റെ തിരോധാനത്തിന് ശേഷം 60, 70, 80, 90 കൊല്ലങ്ങൾക്ക് ശേഷം ഈ പൗലോസിൻ്റെ പുതിയൊരു മതം യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഒരു ലെൻസിലൂടെ ക്രിസ്തുവിലേക്ക് തിരിച്ച് നോക്കുന്ന സോഴ്സുകളാണ്. അപ്പോൾ ഈ അതിൽ നിന്നേ നമ്മൾക്കിത് കിട്ടൂ. അസീം പറഞ്ഞ ഈ ബാല്യകാലത്ത് എന്ത് ചെയ്തു, അപ്പം എന്ത് ചെയ്തു, ഇപ്പം എന്ത് ചെയ്തു, ഈ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അതിൽ തന്നെ ഈ പ്രബോധനം തുടങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ളത്. അതിൻ്റെ മുമ്പുള്ള കാര്യങ്ങൾ വളരെ വളരെ ശുഷ്കമായ വെറുതെ ഇങ്ങനെ ഒരു വംശാവലി, യേശുവിൻ്റെ വംശാവലി, എനിക്ക് പലപ്പോഴും വളരെ കൗതുകം തോന്നുന്നൊരു കാര്യമാണ്. വംശാവലി ഇല്ല യേശുവിന് വംശാവലി ഇല്ലല്ലോ. വംശാവലി ഇല്ലാത്ത യേശുവിന് ഒരു വംശാവലി സങ്കല്പിച്ചുകൊണ്ടാണ് എല്ലാ സുവിശേഷങ്ങളും തുടങ്ങുന്നത്. അപ്പോൾ അതൊരു ഖുർആൻ പറയുന്ന ഇഞ്ചിയിൽ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഖുർആൻ യേശുവിന് പടച്ചോനൊരു വേദം കൊടുത്തു, ആ ഇഞ്ചിയിലാണ്. ആ ഇഞ്ചിയിൽ ഇതിലില്ല. ഇത് പടച്ചോൻ അവതരിപ്പിച്ച വേദമാണെന്ന് സെൻസിബിളായ ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റും ഒരിക്കലും പറയില്ല. വൈകാരികമായി ആരെങ്കിലും എന്തെങ്കിലും വാദിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിങ്ങനെ വളരെ കൃത്യമായൊരു മനുഷ്യൻ ഇങ്ങനെ വേറൊരു മനുഷ്യൻ്റെ ബയോഗ്രഫി എഴുതിയ അതേ രീതിയിലാണ്. നമ്മളിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ്റെ ബയോഗ്രഫി എഴുതിയ കുറേ പുസ്തകങ്ങളില്ലേ, അതേപോലത്തെ സംഭവം ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പം അതിനത് വളരെ കൃത്യമായി കിട്ടൂല. ഇത് തന്നെ ഈ 4 സുവിശേഷങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് യേശുവിൻ്റെ ജീവിത നാൾ വഴിനെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ വളരെ സോളിഡായി നമ്മൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എനിഹൗ 4 സുവിശേഷങ്ങളും ഒരുമിച്ച് അസേർട്ട് ചെയ്ത് വിശദാംശങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് ഏകോപിച്ച് പറയുന്ന ഒരേ ഒരു കാര്യം ഒരുപക്ഷെ യേശുവിൻ്റെ ക്രൂസിഫിക്ഷനാണ്, യേശുവിൻ്റെ കുരിശുമരണമാണ്. ബിക്കോസ് ഞാൻ പറയണത് ഇതേപോലുള്ള ഈ ഓർമ്മക്കുറിപ്പുകൾ പോലെ വേറെയും ഓർമ്മക്കുറിപ്പുകൾ ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷേ കാനോനിൽ ഉൾപ്പെട്ടിട്ടില്ല. അതിലൊന്നും കുരിശുമരണം ഉണ്ടാവണമെന്നില്ല. ഒരു പക്ഷേ ഈ 4 തിരഞ്ഞെടുക്കപ്പെടാൻ കാരണമായതുപോലും ഈ കുരിശുമരണത്തെ ഇത് അംഗീകരിക്കുന്നു എന്നുള്ളതായിരിക്കും. കാരണം ഈ പൗലോസിക ക്രിസ്തുമതത്തിൻ്റെ ആധാരം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കുരിശുമരണത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ അതാണ് സുവിശേഷത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് ജന്മം നമ്മൾ പറഞ്ഞു, ബാല്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആദിപാപ സിദ്ധാന്തം ഉണ്ടല്ലോ, ജന്മം, അതെങ്ങനെയാണ് കാണുന്നത്? അവർ യേശുവിൻ്റെ ഒരു വരവുണ്ടാവുന്നത് അതിനെ ന്യായീകരിക്കുന്ന രൂപത്തിൽ സംസാരിക്കാറുണ്ട്. അതെ, അതായത് ഈ പൗലോസ് ഉണ്ടാക്കിയ ഒരു പുതിയ മതവ്യാഖ്യാനം, ആ മതവ്യാഖ്യാനം പൗലോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ റെസ്പെക്റ്റഡ് ആയൊരു ഫിഗറാണ് കേട്ടോ. ഞാൻ പറയുന്നത് ഏതെങ്കിലും നിലക്കൊരു ഡെറഗോറ്ററി എന്നുള്ള നിലക്കല്ല ഞാനത് പറയണത്. ഞാൻ അതിൻ്റെ ഒരു ഹിസ്റ്ററി, അതിൻ്റെ ഫാക്ച്വലി കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തിയോളജി ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് മൈ കൺവിക്ഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഫാർ റിമൂവ്ഡ് ഫ്രം വാട്ട് ജീസസ് ക്രൈസ്റ്റ് ടോട്ട്. അതാണ് വിഷയം. അപ്പോൾ അത് നമ്മൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയൊന്നുമില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ് അസീം ഇപ്പോൾ പറഞ്ഞ ഈ ആദിപാപ സിദ്ധാന്തം എന്ന് പറയുന്നത്. ആദിപാപ സിദ്ധാന്തം നമ്മൾക്ക് വളരെ കൃത്യമായി വൗച്ച് ചെയ്യാൻ പറ്റും. യേശുവിൻ്റേതായി ഉദ്ധരിക്കപ്പെടുന്ന വചനങ്ങളിൽ പോലും ഇതില്ല. അത് യേശുവിനെ പ്രപഞ്ച സൃഷ്ടാവ് അവതരിപ്പിച്ച ഇഞ്ചിയിൽ അവൈലബിൾ അല്ല. യേശുവിനെ പറ്റി വളരെ ഒതൻറ്റിക്കാന്ന് പറയാൻ പറ്റുന്ന സോഴ്സുകളും അവൈലബിൾ അല്ല. പക്ഷേ ഈ എക്സ്റ്റെൻഡായ ഈ ട്രഡീഷൻ ഉണ്ടല്ലോ ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ, അതിൽ തന്നെ നമ്മൾ പരിശോധിച്ചാലും ആദിപാപ സിദ്ധാന്തം നമ്മൾക്ക് കാണാൻ കഴിയൂല. പിന്നെ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അത് പൗലോസാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിലാണ് നമ്മൾ വളരെ കൃത്യമായി ഈ ഒറിജിനൽ സിൻ, ഈ ആദിപാപം, ജന്മപാപം എന്നുള്ള കോൺസെപ്റ്റ് പൗലോസിൻ്റെ ലേഖനങ്ങളിലാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അത് പൗലോസ് എന്താ വെച്ചാൽ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കാണ്. പൗലോസ് എന്ന് പറഞ്ഞാൽ ഒരു ജൂയിഷ് സ്കോളറാണ്. അദ്ദേഹം ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ വെൽ വേഴ്സ്ഡ് ആണ്. അതായത് പഴയ നിയമത്തിലെ ചില പരാമർശങ്ങളെ, അതായത് പഴയ നിയമത്തിൽ അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ ജനസിസ്, ഈ ഒറിജിൻ ഇതുണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിൻ്റെ ഒക്കെ കഥ പറയുന്നിടത്ത് ഹവ്വ ആദാമിനെ പാപം ചെയ്യാൻ പ്രലോഭിപ്പിച്ചു. അതാണ് അതിൻ്റെ ഒരു നറേറ്റീവ്. ഇത് ഖുർആനിലും ഹദീസിലും എവിടെയുള്ള കാര്യമല്ല. ഹവ്വയാണ് ആദാമിനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നൊന്നും ഖുർആനും ഹദീസും പറയണില്ല. പക്ഷേ അങ്ങനെ പ്രേരിപ്പിച്ചു, അങ്ങനെ ആദാമിൽ വീണുപോയി, ഹവ്വയാണ് കുറ്റവാളി എന്നുള്ള നിലക്കാണ് അതിൻ്റെ ഒരു ചിത്രീകരണം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അത് ചെയ്തതിൻ്റെ ഫലമായിട്ട് കുറേയധികം ശിക്ഷകൾ, അനന്തര തലമുറകളൊക്കെ അനുഭവിക്കുന്ന കുറേ ശിക്ഷകൾ ഉണ്ടായി എന്നുള്ള നിലക്ക് ഖുർആനും ഹദീസിനും മിക്കവാറും അപരിചിതമായ തരത്തിലുള്ള ഒരു നറേഷൻ ഈ ആദാമിന് സംഭവിച്ച വീഴ്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട്, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പെണ്ണ് പ്രസവവേദനയോടുകൂടി പ്രസവിക്കുന്നത് എന്തുകൊണ്ടാണ്? ബൈബിളിൻ്റെ ഉത്തരം ആദിപാപം കൊണ്ടാണെന്നാണ്. കാരണം ആദാമിനെ ഹവ്വ പഴപ്പിച്ചുകൊണ്ടാണ് അനന്തര തലമുറകൾ മുഴുവൻ പെണ്ണ് ശപിക്കപ്പെട്ട ആളാവുകയാണ്.
ഈ കാരണം കാരണം അതുകൊണ്ട് തന്നെ ഈ ഫെമിനിസത്തിൻ്റെ ഒരു യൂറോപ്പിലുള്ള ഒരു ആവിർഭാവം എന്ന് പറഞ്ഞാൽ പെണ്ണിനെ പറ്റിയുള്ളൊരു ബിബ്ലിക്കൽ ഡെപ്പിക്ഷനോടുള്ളൊരു കലാപം എന്നുള്ള നിലക്കാണ് ശരിക്കും ഫെമിനിസം യൂറോപ്പിൽ രൂപപ്പെട്ട് വരുന്നത്. കാരണം ഈ ശപിക്കപ്പെട്ട ഒരു ജന്മം, കാരണം അതിങ്ങനെ അനന്തര തലമുറയിലൂടെ ഇങ്ങനെ കടന്ന് വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പാസേജുകളെ വ്യാഖ്യാനിച്ചിട്ട് ഞാൻ പറയുന്നത് ഇത് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടായിരുന്നെങ്കിലും ജൂതന്മാർക്ക് പരിചയമില്ലാത്തൊരു തിയോളജി പൗലോസ് അതിന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അന്ന് ആദാം പാപം ചെയ്തതുകൊണ്ട് ആദാമിൻ്റെ മക്കൾ മുഴുവൻ പാപികളായിട്ടാണ് ജനിക്കുന്നത് എന്ന ഒരു തിയറി പൗലോസ് ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ പ്രോഫറ്റ്സ് ഒന്നും പ്രചരിപ്പിച്ചൊരു കാര്യമല്ല. ഇപ്പോൾ ഈ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഒറിജിനൽ സിന്നിനെ സംബന്ധിച്ചിടത്തുള്ള തിയറിയാണ്. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്നൊക്കെ പറയുന്ന പോലെയാണ്, അല്ലെങ്കിൽ ആഖിറത്ത് എന്നൊക്കെ പറയുന്നത്, റിസാലത്ത് എന്ന് പറയുന്ന പോലെയാണ്. കാരണം അതാണ് കോർണർ സ്റ്റോൺ, അതിന്മേലാണ് മൊത്തം തിയോളജി നിൽക്കുന്നത്. അതിങ്ങനെയാണ് മാറ്റിയാൽ ഇത് ഒന്നാകണ്ട് കൊളാപ്സ്ഡ് ആവും, കാരണം അതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ. പക്ഷെ അത് നോക്ക്, ഒരു ബിബ്ലിക്കൽ പ്രോഫറ്റും അത് ഒരിക്കലും പ്രചരിപ്പിച്ചതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ എഴുതി ഉണ്ടാക്കിയൊരു ടെക്സ്റ്റ് എന്നുള്ളതിലേക്ക് ഇതിൽ എക്സാജറേറ്റഡ് ആയൊരു വിവരണം ഉണ്ട്. പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഹിരോഷിമയിലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അപ്പോൾ അവിടെ എന്താണ് ആറ്റം ബോംബ് വർഷിക്കുന്നു, അതാരാ ചെയ്തത്, ആരോ ചെയ്തു. പക്ഷെ അനന്തര തലമുറകളൊക്കെ എൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നു. അത് ഫലങ്ങൾ ചിലപ്പോൾ അനുഭവിക്കാം, ഫലങ്ങൾ അനന്തര തലമുറകളൊക്കെ അനുഭവിക്കും, പക്ഷെ ഓരോന് കുറ്റക്കാരാവും എന്നുള്ളതാണ് പ്രശ്നം. പൗലോസിന്റെ തിയറി എന്താ വെച്ചാൽ നമ്മളതിന് കുറ്റക്കാരാവുന്നു എന്നുള്ളതാണ്. അതായത് പിന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിനെ ഫലം അനുഭവിക്കുന്നു എന്നുള്ളതല്ല. ഓരോ കുഞ്ഞും ജന്മഭാവത്തോടു കൂടിയാണ് ജനിച്ചു വീഴുന്നത്, പാപിയായിട്ടാണ് ജനിച്ചു വീഴുന്നത്. അത് നമ്മളുടെ ഒരു ശുദ്ധ പ്രകൃതിക്ക് ഒരിക്കലും നമ്മളുടെ ഒരു പടച്ചോൻ എന്നൊരു ബുദ്ധി ഉണ്ടല്ലോ, ഞാനൊന്നും ചെയ്തിട്ടില്ല, അസീമൊന്നും ചെയ്തിട്ടില്ല, നമ്മളാരും ഒന്നും ചെയ്തിട്ടില്ല, നമ്മളൊരു അതായത് ഇന്ന് ജനിച്ചു വീഴുന്നൊരു കുഞ്ഞ്, ആ കുഞ്ഞ് പാപിയായിട്ടാണ് ജനിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തിൻ്റെ പേരിൽ? സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞിന് ഒരു പങ്കുമില്ലാത്ത, ഒരു അറിവും ഇല്ലാത്ത, ഒരു ധാരണയില്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ ഈ ക്രിസ്ത്യൻ ട്രഡീഷനിൽ നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും. അതായത് ഈ ജനിച്ചിട്ട് മാമോദീസ മുങ്ങാതെ മരിച്ച കുഞ്ഞ് നരകത്ത് പോകുമെന്ന് വിശ്വസിച്ച എത്രയോ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ട്. വളരെ സ്റ്റാൻഡേർഡായ ബിലീഫായിരുന്നു, വളരെ റയറായൊരു സാധനമല്ല ഞാൻ പറയണത്. ഈ കുഞ്ഞുങ്ങളൊക്കെ പാപികളായിട്ടാണ് ജനിക്കുന്നതാണ് പൗലോസിൻ്റെ സിദ്ധാന്തം. യേശു പറഞ്ഞത് കുഞ്ഞുങ്ങളെ മനസ്സില്ലാതെ ആരും സ്വർഗത്തിൽ പോകില്ല എന്നാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഈ ശിശുക്കളെപ്പോലെ ആകുന്നത് വരെ നിങ്ങളാരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ് യേശു പറയണത്. യേശു പറഞ്ഞതായിട്ട് പുതിയ നിയമത്തിലുള്ളത്, യേശു പറഞ്ഞില്ല എന്നല്ല പറയുന്നത്, പുതിയ നിയമത്തിലുള്ളത്. പുതിയ നിയമത്തിൽ എവിടെയും യേശു ഇത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അങ്ങനെ യേശുവിൻ്റെ അടുത്ത് ആരും കേട്ടിട്ടില്ല. ഒരു തിയോളജിൻ്റെ ഏറ്റവും സെൻട്രലായൊരു കാര്യം, വിശദാംശമല്ല, അത് യേശു ഒരിക്കലും പറയാതിരിക്കുക. അതേസമയം പൗലോസിൻ്റെ എഴുത്തുകളിൽ അടിമുടി ഇത് നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ടൊരു വിച്ഛേദമാണ്, ഒരു ബ്രേക്കാണ്. അതായത് ജീസസിൻ്റെ പ്രബോധനത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി, പോളൈൻ ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുമ്പോഴുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കാണ് ശരിക്കും ഈ ആദിപാപം എന്ന് പറയുന്നത്. അവിടെ ഇസ്ലാം കൃത്യമായി വിയോജിക്കുന്നു. കാരണം പ്രവാചകന്മാരൊന്നും ഇത് പഠിപ്പിച്ചിട്ടില്ല, മോശയെ പഠിപ്പിച്ചിട്ടില്ല, യേശു പഠിപ്പിച്ചിട്ടില്ല, ഒരു പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മളാരും പാപികളായിട്ടല്ല ജനിക്കുന്നത്, നമ്മൾക്ക് കർമ്മപാപമാണുള്ളത്, ജന്മപാപമല്ല. നമ്മൾ മുതിർന്നു വരുമ്പോൾ പ്രായപൂർത്തിയായ ശേഷം വളരെ കോൺഷ്യസ് ആയി പടച്ചോൻ്റെ കൽപ്പനകൾ ലംഘിച്ചിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മളെ അക്കൗണ്ടിൽ പാപം വരുന്നുള്ളൂ. ഇതെന്താ വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പാപം വരുന്നുണ്ടെന്നാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ പെർഹാപ്സ് കുറച്ചൊരു ഫിലോസോഫിക്കൽ ഡിസ്കഷൻസിലൊക്കെ താല്പര്യമുള്ള ക്രൈസ്തവ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഖുർആൻ പറയുന്ന ഫിത്ര എന്ന് പറയുന്ന ഒരു നോഷൻ, അത് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചതാണ്. നമ്മളെ ആത്മാവിനെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത് ഫിത്രത്തിലാണ്. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധ പ്രകൃതി, വളരെ സ്വച്ഛമായ അവസ്ഥ. അതായത് പടച്ചോനുമായി ഒരു വളരെ നല്ല, വളരെ ഓർഗാനിക്കായ ബന്ധമുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളുടെ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒരു പാപത്തിൻ്റെ ഒരു കറയുമില്ല. നമ്മളുടെ ആത്മാവ് വളരെ വിശുദ്ധമാണ് നമ്മൾ ജനിച്ചു വീഴുന്ന സമയത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറയുന്നുണ്ട്, എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത് ഫിത്രത്തിലാണ്. പിന്നെ അവരുടെ മാതാപിതാക്കളും അവരുടെ സാഹചര്യങ്ങളൊക്കെയാണ് അവരെ കറപ്റ്റഡ് ആക്കുന്നത്, അവരെ കേടുവരുത്തുന്നത് എന്ന് നബി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ക്രൂസിഫിക്ഷൻ പൗലോസിന് ഇത്രയും പ്രധാനപ്പെട്ടൊരു തീമാവുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ അതിനെ പരിഹരിക്കണം. അപ്പോൾ അതിനെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിനുള്ള മറുവിലയായിട്ടാണ് യേശു കുരിശിൽ തറക്കപ്പെട്ടത്. അപ്പോൾ യേശു കുരിശിൽ തറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ
യേശു എന്തിനാ കുരിശിൽ തറക്കപ്പെട്ടത്? യേശു കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഇത് എല്ലാം മാറുകയാണ്. അതായത് യേശുവിൻ്റെ അത്ഭുത ജനനത്തിന് പുതിയൊരു ദൗത്യം ഉണ്ടാവുകയാണ്. യേശു എന്തിനാ ഇങ്ങനെ ജനിച്ചത്? ജന്മപാപമില്ലാതെ ജനിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ ആ ജന്മപാപമില്ലാതെ ജനിച്ച യേശു എന്തിന് കുരിശിൽ തറക്കപ്പെട്ടു? കാരണം ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും കുറ്റം യേശു ഏറ്റെടുത്തു. ഏത് കുറ്റം? ജന്മപാപമാകുന്ന കുറ്റം യേശു ഏറ്റെടുത്തു. അപ്പോൾ യേശുവിനില്ലാത്ത ജന്മപാപം, ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ജന്മപാപം യേശു ഏറ്റെടുത്തിട്ട് അതിനുള്ള ശിക്ഷയായി നമ്മളുടെയൊക്കെ ശിക്ഷ യേശു ഏറ്റുവാങ്ങുകയാണ്. നമ്മൾക്ക് കിട്ടേണ്ട ശിക്ഷയാണത്. അത് യേശു പോയി കുരിശിൽ പീഡ അനുഭവിച്ചിട്ട് യേശു ഏറ്റുവാങ്ങുകയാണ്. അപ്പോൾ ഇത് റിസോൾവ്ഡായി, ഇത് ജന്മപാപം ഇല്ലാതായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചാൽ മതി. യേശുവിൻ്റെ കുരിശു മരണത്തിൽ വിശ്വസിച്ചാൽ മതി. അതാണ് സാൽവേഷൻ. അപ്പം നമ്മൾക്ക് ജന്മപാപത്തിൽ നിന്ന് മോചനം കിട്ടും, നമ്മൾക്ക് സാൽവേഷൻ ഉണ്ടാവും. ഇത് യേശു ഒരിക്കലും ഇങ്ങനൊരു തിയോളജി, നമ്മൾ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള കാനോനൈസ്ഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റിൻ്റെ ബേസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പുതിയ നിയമത്തിൽ പോലും നമ്മൾ പൗലോസിൻ്റെ ലേഖനങ്ങൾ മാറ്റിവെച്ചാൽ യേശു പറയുന്നത് അനുദപിക്കൂ, സുവിശേഷത്തിൽ വിശ്വസിക്കൂ എന്നാണ്, ഇഞ്ചിലിൽ വിശ്വസിക്കാനാണ്. പൗലോസ് പറയുന്നത് കുരിശുമരണത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ എടുക്കുന്ന പണിക്കൊന്നും യാതൊരു കാര്യമില്ല എന്നാണ്. അപ്പോൾ അത് യേശുവിന് തീർത്തും അപരിചിതമാണത്, വളരെ സ്ട്രെയിഞ്ചായിട്ടുള്ള ആർക്കും. അതായത് തിയോളജി എന്ന് പറയുന്ന ഓരോരുത്തർക്കും അവരുടേതായ കൺവിക്ഷൻസ് ഉണ്ടാവും. പൗലോസ് പറയുമ്പോൾ പൗലോസിൻ്റെതായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. അതായത് യേശുവിൻ്റെ ജീവിതത്തിൽ വളരെ ഇന്നൊസെൻ്റായി നടന്ന കുറേ കാര്യങ്ങളെ വളരെ വിചിത്രമായ രീതിയിൽ ഒരു ചേർത്ത് വെച്ചിട്ട് അതുമായി യേശുവിന് പരിചയം പോലും ഇല്ലാത്തൊരു സൈദ്ധാന്തിക സൗധം പടുത്തുയർത്തുകയാണ് പൗലോസ് ചെയ്യുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം. പിന്നെ യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ആ സന്ദേശങ്ങൾ? കഴിഞ്ഞ മെസ്സഞ്ചേഴ്സിനെ പോലെ തന്നെ ആ മെസ്സേജ് പ്രൊഫൗണ്ടായിട്ട് വീണ്ടും പറഞ്ഞു കൊടുക്കുക, ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട്. അതെ, അതായത് പൂർവ്വകാല പ്രവാചകന്മാരൊക്കെ പറഞ്ഞ അതേ മെസ്സേജ് തന്നെയാണ് യേശുവും പറഞ്ഞത്. മാത്രമല്ല പുതിയ ഒരു നിയമാവലിയൊന്നും യേശു കൊണ്ടുവരുന്നതായിട്ട് ഖുർആനോ ഹദീസിനോ പുതിയ നിയമത്തിനോ ഒന്നും നമ്മൾക്ക് മനസ്സിലാവണില്ല. തൗറാത്ത് മുറുകെ പിടിക്കാനും അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാനുമാണ്. കാരണം ഓരോ കയ്യിൽ ശരീഅത്ത് ഓൾറെഡി ഉണ്ട്, മോശയെ കൊടുത്തൊരു സംഭവമുണ്ട്, പുതിയൊരു വേദഗ്രന്ഥത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ജീവിക്കണം എന്നവരെ പഠിപ്പിക്കുകയാണ് ശരിക്ക് യേശുക്രിസ്തു ചെയ്യണത്. അപ്പോൾ അത് പക്ഷേ പൗലോസ് അതിനങ്ങോട്ട്, അതായത് ഇതിൻ്റെ ആവശ്യമില്ലാതാണ് പൗലോസ് പറയണത്. നിങ്ങൾ നിയമം അനുസരിച്ച് ജീവിക്കേണ്ട കാര്യമില്ല, പഴയ നിയമം അനുസരിച്ച് ഈ തൗറാത്ത് അനുസരിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സർക്കംസിഷൻ വേണ്ട, നിങ്ങൾ എന്താണ് ഈ ഡയറ്ററി ലോസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, യഹൂദ കാരണം പൗലോസിൻ്റെ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ പൗലോസ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. യേശു ചെയ്തത് യഹൂദരെ സംസ്കരിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ദാറ്റ് വാസ് ഹിസ് മിഷൻ. അതിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ക്ലിയർ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും പറഞ്ഞാണ്. പക്ഷെ പൗലോസ് എന്താ വെച്ചാൽ ഇത് യഹൂദ സമൂഹത്തിൻ്റെ ഈ അതിരുകളെ തിക്കി മാറ്റിയിട്ട് യഹൂദ സമൂഹത്തിന് പുറത്തുള്ള അന്നത്തെ പെയ്ഗൻ സൊസൈറ്റിയിലേക്ക് ഈ ദൗത്യമായിട്ട് ചെല്ലുകയാണ്. യേശുവിൻ്റെ പേരും പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അങ്ങനെ യേശുവിൻ്റെ പേരിലുള്ള മതത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. അപ്പോൾ അതിലുള്ളൊരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് അതായിരുന്നു. കാരണം ഒരിക്കൽ ഈ സർക്കംസിഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റായ ഹലാൽ ഹറാമുകൾ, കാരണം ഇത് ഈ പെയ്ഗൻ സൊസൈറ്റികളാണ്, അവർക്കിത് ശീലമില്ല. യേശു ജീവിച്ചൊരു നിയമം എന്ന് പറഞ്ഞാൽ അവർക്ക് ശീലമുള്ളൊരു നിയമമല്ല. അപ്പോൾ അതുകൊണ്ട് ആരും ഇത് സ്വീകരിക്കുന്നില്ല. അവർക്ക് സ്വീകരിക്കാൻ പ്രശ്നം ഇതാണ്. നമ്മളിപ്പോഴും ഈ ലിബറലുകളൊക്കെ പറയില്ലേ, നിങ്ങളൊരു പടച്ചോല് വിശ്വസിച്ചു, പക്ഷേ കുറേ നിയമം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല. പ്രൊഫറ്റിക് റിലീജിയൻസ് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് വളരെ സീരിയസ് ആണ്. മതം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയ ഇടപാടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറേ നിയമങ്ങൾ അതിലുണ്ട്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ പൗലോസിൻ്റെ റിലാക്സ്ഡ് ആക്കി കൊടുക്കുകയാണ്. അതായത് ഈ മിഷനറി വർക്കിൻ്റെ തുടക്കമാണത്. ആൾക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ മതം സ്വീകരിച്ച് കിട്ടിയാൽ മതി, വേണമെങ്കിൽ ഇതൊക്കെ ഡൈല്യൂട്ടഡ് ആവും, നിങ്ങൾ ഇതൊന്നും പ്രശ്നമല്ല, നിങ്ങൾ കുരിശുമരണത്തിൽ വിശ്വസിക്കുക, ആദിഭാവത്തിന് അംഗീകരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാൽവേഷൻ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് അവിടെ പൗലോസ് പറയുന്നത്. അപ്പോൾ ആ ഒരു യേശു എന്താ വെച്ചാൽ ഈ നിയമത്തെ അപ്ഹോൾഡ് ചെയ്യാനാണ് യേശു ശരിക്കും പറയുന്നത്. പിന്നെ പഴയ നിയമ ഇതിനെ മുറുകെ പിടിക്കാനാണ് യേശു അവരോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ അതല്ല പിന്നെ യേശുവിൻ്റെ പേരിൽ നിലവിൽ വന്ന മതത്തിൻ്റെ ഒരു കാതലായ വശമായി മാറിയത്. എനിക്കൊന്ന് നമ്മൾ ക്രൂസിഫിക്ഷനിലേക്ക് പോകുന്നു. എങ്ങനെയാണ് ഇസ്ലാം അതിനെ ഒരു വിശദീകരിക്കുന്നത് ഖുറാനിന്നും ഹദീസുകളിൽ? അല്ല, ഇസ്ലാം അതിൽ വളരെ ക്ലിയറാണ്. ഒന്നെന്താ വെച്ചാൽ ഇത് എന്തുകൊണ്ട് യേശുവിൻ്റെ ക്രൂശീകരണം ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴൊരു മിസ്റ്ററിയാണ്. ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ ക്രൂശീകരണം എന്നുള്ളൊരു സങ്കല്പമാണ് ഞാൻ പറയുന്നത്. അതായത് യേശുവിനെതിരെ അവിടുത്തെ യഹൂദ പൗരോഹിത്യം തിരിഞ്ഞു എന്നാണ് ബിബ്ലിക്കൽ നറേഷൻ.
അത് ശരിയാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഖുർആനും അത് അതിനെപ്പറ്റി എന്താ പറയുക, ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും റെഫറൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കാരണം എന്താ വെച്ചാൽ ഖുർആൻ പറയുന്നത് യഹൂദന്മാരുടെ ഒരു ക്ലെയിമിനെ പറ്റിയാണ്. ഇന്ന കത്തൽന ഈസബിനു മറിയം, ഞങ്ങൾ പിന്നെ മറിയമിൻ്റെ പുത്രനായ ഈസായെ ഞങ്ങൾ കൊന്നു എന്ന് യഹൂദന്മാർ പറയുന്നു. പക്ഷെ അവരുടെ ആ ക്ലെയിം വ്യാജാണ്. അതായത് ക്രിസ്ത്യാനികളോടല്ല ശരിക്കും ഖുർആൻ നേർക്കുനേരെ റെസ്പോണ്ട് ചെയ്യുന്നത്, ഓക്കെ ഓക്കെ, ഇവരോടാണ്, ഈ യഹൂദന്മാരോട്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, നിങ്ങൾക്കതിന് പറ്റിയിട്ടില്ല, അത് നിങ്ങളുടെ ഒരു വ്യാജമായ അവകാശവാദമാണ്. എൻ്റെ പ്രവാചകനായ യേശുവിനെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന നിലക്കാണ് ഖുർആൻ അവിടെ പറയുന്നത്. പക്ഷെ അതിലുള്ളൊരു ഒരു ഒരു പാരഡോക്സ് അതാണ്. അതായത് ഈ യഹൂദന്മാരാണിത് ചെയ്തത്, അല്ലെങ്കിൽ യഹൂദ പൗരോഹിത്യമാണ് ഇത് ചെയ്തത് മനസ്സിലാക്കുമ്പോൾ ആ ക്ലെയിമിനെ പൂർണ്ണമായി, അതായത് അവരുടെ ഒരു പ്ലോട്ടിനെ പടച്ചോൻ നശിപ്പിച്ചിരിക്കാനുള്ളൊരു സാധ്യത പോലും ഈ ക്രിസ്ത്യൻ ഇമാജിനേഷനിൽ വരുന്നില്ല. അവർ പറയുന്നത് അതേപോലെ അക്നോളജ് ചെയ്യാണ്, ഞങ്ങൾ കൊന്നു, കൊന്നു, പടച്ചോൻ്റെ പ്രവാചകനെ അങ്ങനെ ഒരു മരണത്തിന് വിട്ടുകൊടുത്തു എന്ന് അവർ നേരെ അക്നോളജ് ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ അതിലുള്ള എന്താ വെച്ചാൽ ഖുർആൻ പറയുന്ന കാര്യം ഈ യഹൂദന്മാരുടെ ക്ലെയിമിനെ പറ്റി പറയുന്നുണ്ട്. ബിബ്ലിക്കലി നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിലുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ വെച്ചാൽ ഒരു പോഡ്കാസ്റ്റിലൊന്നും നമുക്ക് ഒതുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഈ ഇതുണ്ട്, നമ്മളെ അഗസ്റ്റസിനെ പറ്റി പറഞ്ഞല്ലോ. അഗസ്റ്റസ് ഈ റോമൻ എംപയറിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ഒരു റോമൻ ഇമ്പീരിയൽ കൾട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് അവിടുത്തെ രാജാക്കന്മാരെ ദൈവവൽക്കരിക്കുന്ന ഒരു പ്രവണത അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും വലിയ ചക്രവർത്തിമാർ, മഹാചക്രവർത്തി. കാരണം ഇതൊരു പെയ്ഗൻ കൾച്ചറാണല്ലോ. പെയ്ഗൻ കൾച്ചർ എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധന, ദേവതാ പൂജ, പ്രകൃതി പൂജ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ആരാധിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഒരു രാജാവിനെയും കൂടി ആ കൂട്ടത്തിൽ ആരാധിക്കുക എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഫിറൗനെ പറ്റി ഇപ്പോൾ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫിറൗനി നമ്രൂദിനൊക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവർ ഒരു കുറച്ചും കൂടി ഒരു സൂപ്പർ ഗോഡ് ക്ലെയിം ആയിരുന്നു. ഒരു സാധാ ഒരു ചെറിയ ദൈവം എന്നുള്ള ആൾക്കല്ല, എല്ലാം അടക്കി ഭരിക്കുന്ന ഒരു ദൈവം എന്നുള്ളതാണ് ഓരോരെ പറ്റി. അപ്പോൾ അതേപോലെ ഈ റോമൻ എംപറേഴ്സ്, നമ്മളിപ്പോൾ അഗസ്റ്റസ് ഒക്കെ ഈ എംപയറിനെ ഇത്രയും കോൺക്രീറ്റ് ആക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ പ്രത്യേകിച്ച് എംപയറിൻ്റെ ഈസ്റ്റേൺ പാർട്സിൽ, ഇപ്പോൾ ഈ ഫലസ്തീൻ അല്ലെങ്കിൽ അങ്ങനത്തെ തുർക്കി, നമ്മൾ ഈ ഏഷ്യ മൈനർ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുക, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സ്ഥാപിക്കുക, അതിൻ്റെ മുന്നിൽ വണങ്ങുക, അങ്ങനത്തെ പ്രാക്ടീസുകളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, അഗസ്റ്റസ് ദൈവപുത്രനാണ് എന്നുള്ളൊരാശയം അവിടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർ ഈ നമ്മൾക്ക് ഈ ഹിന്ദു മിത്തോളജിയിൽ അറിയാലോ, ഈ പല ആൾക്കാരെ പറ്റിയും അവർ ജനിച്ചത് ഏതെങ്കിലും ഒരു ദേവന്റെ മോനായിട്ടാണ്. ആ ദേവനും ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു ഇതിലാണ് ഇവരുടെ അമ്മ വരാണെങ്കിലും പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞ സൂര്യദേവനാണ്, അല്ലെങ്കിൽ ഇത് സൂര്യപുത്രനാണ്, ഇങ്ങനത്തെയൊക്കെ കുറേ സങ്കല്പങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതേപോലുള്ളൊരു കുറേ മിത്തോളജി, പെയ്ഗൻ കൾച്ചറുള്ള സ്ഥലമാണ് റോം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈസിലി ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു എംപറർ കുറേ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ഒരു മിത്തിക്കൽ ഒറിജിൻസ് ആസ്ക്രൈബ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിട്ടുണ്ടാവും. ഈ ദൈവപുത്രൻ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ആശയം, ഇതിങ്ങനെ നമ്മൾ ഈ ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ ഭാഷയിലൊക്കെ നിരന്തരം കടന്നു വരാനുള്ള കാരണം ആ കോൺസെപ്റ്റ് അവിടെ ഈസിലി അവൈലബിൾ ആയിരുന്നു. അതവിടെ ഓൾറെഡി ഇങ്ങനെ സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സമയത്താണ് ശരിക്ക് യേശുവിൻ്റെ ഒരു ജീവിതം, അതിന് തൊട്ടുടനുള്ളൊരു സമയമാണ്. അതായത് പാലസ്റ്റീൻ പ്രവിശ്യകളിൽ ഈ ജൂയിഷ് സൊസൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈവൻ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചക്രവർത്തിനൊന്നും ആരാധിക്കാൻ പാടില്ല, ചക്രവർത്തിൻ്റെ ചിത്രങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല. ഈവൻ ചില റോമൻ എംപറേഴ്സൊക്കെ ജൂയിഷ് ടെറിട്ടറീസ്ക്ക് കോയിൻസ് കൊടുക്കുമ്പോൾ അവരെ ചിത്രങ്ങളിലുള്ള കോയിൻസ് കൊടുക്കൂലായിരുന്നു. കാരണം അവർ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ്, കാരണം ജൂതന്മാർ ഏകദൈവരാധൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായത് ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്കത് ഭയങ്കര ഹേർട്ടിംഗ് ആണ്. അതായത് എവിടെയെങ്കിലുമൊക്കെ ചക്രവർത്തിൻ്റെ ചിത്രങ്ങൾ സ്ഥാപിക്കുക, പ്രതിമകൾ സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഈ പാലസ്റ്റീൻ പ്രവിശ്യക്ക് കുറേ റിലാക്സേഷൻ പല റോമൻ എംപറേഴ്സും കൊടുത്തായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്കാവും ഞാൻ പറയുന്നത് അതിങ്ങനെ ജൂതന്മാരുടെ ഇടയ്ക്ക് വരുന്നിങ്ങനെ ഈ റോമൻ എംപയർ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയപ്പോൾ റോമൻ ചക്രവർത്തിനെ വണങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ദൈവപുത്രനല്ല എന്നൊക്കെ ഒരാൾ പറയുന്നത് ബ്ലാസ്ഫമിയാണ്. അതൊരു ദൈവനിന്ദാപരമായ, രാജ്യദ്രോഹപരമായ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ വന്ദേമാതരം കോൺട്രവേഴ്സി വളരെ വിചിത്രമായി, രാജ്യത്തിനെ ഒരു ദേവതയായി സങ്കല്പിച്ചിട്ട് അതിനെ വണങ്ങിയാൽ മാത്രമേ ദേശസ്നേഹമുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ മുസ്ലിങ്ങളെ ദേശസ്നേഹം ചോദ്യം ചെയ്യണം എന്നൊക്കെ പറയുന്നത് പോലെ ഐ തിങ്ക് അങ്ങനെ നമ്മൾക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാവുന്നതാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നൊരവസ്ഥയിൽ. അപ്പോൾ ഈ
ദൈവത്തിൽ നിന്നുള്ള ദൂതൻ, മെസ്സേജ് എന്നൊക്കെ പറയുന്നത് അത് ഈ ചക്രവർത്തി അല്ല, ഇതൊരു പെയ്ഗൻ കൾച്ചറാണ്. ഈ പ്രൊഫറ്റിക് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്, നിങ്ങൾ അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കേണ്ടത് എന്നൊക്കെ യേശു സംസാരിച്ചിട്ടുണ്ടാവണം. അതൊരിക്കലും രാജ്യത്തിനോട് കലാപം ഉണ്ടാക്കാനുള്ളൊരു ആഹ്വാനമല്ല. നമ്മളിപ്പോൾ വന്ദേമാതരത്തിൻ്റെ പ്രശ്നം പറയുന്നത് രാജ്യത്തിനോട് കലാപം ഉണ്ടാക്കാനോ രാജ്യസ്നേഹമില്ലായ്മയോ അല്ലെങ്കിൽ ഈ ചക്രവർത്തി ഈ ഒരു നിയമവ്യവസ്ഥയോടുള്ള പ്രശ്നമല്ല. ഇങ്ങനെ പർട്ടിക്കുലർലി ഈ ഒരു സാധനം പറയുമ്പോഴുള്ള പ്രശ്നമാണ്. അതിനെ യേശു അതും ഒരു സൈഡിൽ പറയുന്നുണ്ട്, അതേസമയം മതപൗരോഹിത്യത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്. അപ്പം മതപൗരോഹിത്യം യേശുവിൻ്റെ ഈ പ്രബോധനങ്ങളെ എടുത്തിട്ട് അതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെ കൺസ്ട്രൂ ചെയ്തിട്ട് ഇത് റോമൻ ചക്രവർത്തിക്കെതിരെയുള്ളൊരു കലാപമാണ് ഇദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന ഒരു പരാതി പിലാത്തോസിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. അതായത് യഹൂദ പൗരോഹിത്യത്തിന് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും യേശുവിനെ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കണം. കാരണം എന്നാലേ ഓർക്ക് മതത്തിൻ്റെ മുതലാളിമാരായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അത് റോമാ ചക്രവർത്തിനോട് അത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, അദ്ദേഹത്തിന് കൺവിൻസിങ് ആണെന്ന് തോന്നുന്നത് എന്തെങ്കിലും പറയേണ്ടി വരും. അപ്പോൾ ഈ യേശുവിൻ്റെ സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവരാജ്യം. അപ്പോൾ ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിന്നെ യഹൂദ മതരാജ്യം ഉണ്ടാക്കാനാണ് എന്നുള്ളതല്ല. യേശു സ്വർഗത്തിനെ പറ്റിയാണ് പറയണത്. ദൈവത്തിൻ്റെ രാജ്യം വരാനായിരിക്കുന്നു, പിന്നെ നിങ്ങൾ ലോകം അവസാനിക്കാൻ പോവാണ്, നല്ല മനുഷ്യന്മാരായി ജീവിച്ചോളി, ദുന്യാവ് വെട്ടിപ്പിടിക്കണ്ടെന്നാണ് യേശു പറയണത്. പക്ഷെ അതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് യേശുവിനെ ഒരു രാഷ്ട്രീയ കലാപകാരിയായി ഇവരെ മുന്നിൽ ചിത്രീകരിക്കുകയാണ്. അങ്ങനെയാണ് പിലാത്തോസിൻ്റെ മുന്നിൽ ഇവർ ഈ ചാർജ് കൊണ്ടുവരുന്നതും പിലാത്തോസിൻ്റെ പടയാളികൾ കൊണ്ടുവരുന്നതും യേശുവിനെ ഹാജരാക്കുന്നതും. പക്ഷേ ആ ഒരു വിവരണം വായിച്ചാൽ ഒരു പക്ഷേ നമുക്കറിയില്ല, എന്താ വെച്ചാൽ യഹൂദന്മാരോട് വംശീയമായി ക്രിസ്ത്യാനിറ്റിക്ക് തന്നെ ഉള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് യേശുവിനെ കൊന്ന ആൾക്കാരാണെന്നുള്ളൊരു ചിത്രീകരണം നടത്തിയിട്ട് യഹൂദന്മാരെ പിന്നെ നൂറ്റാണ്ടുകൾ ക്രൈസ്തവ ഭരണകൂടങ്ങൾ വേട്ടയാടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സാജറേഷനും ഉണ്ടാവാം. അതായത് യഹൂദന്മാരുടെ ഒരു പങ്ക് ഇതിൽ പ്രപ്പോർഷനേറ്റ് അല്ലാത്ത വിധത്തിൽ ചിലപ്പോൾ ഊതി വീർപ്പിച്ചിട്ടുണ്ടാകാം. എന്തായാലും എല്ലാ യഹൂദന്മാരും അല്ല, ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിൽ യേശുവിനോട് ദേഷ്യം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിൽ പങ്കുണ്ട്. അവർ പിലാത്തോസിൻ്റെ അടുത്ത് എത്തുന്നു, വിചാരണ നടത്തുന്നു. പിന്നെ ഈ ബിബ്ലിക്കൽ നറേറ്റീവ്സ് തന്നെ നമ്മളിങ്ങനെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ അദ്ദേഹം അതിൽ കൺവിൻസ്ഡ് ആവണമെന്നില്ല. പിലാത്തോസ് ഈ ആരോപണങ്ങളിൽ കൺവിൻസ്ഡ് ആവണമെന്നില്ല. പക്ഷേ ഇവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അതായത് യേശുവിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ച ഈ ഒറ്റുകാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിനെ ചെയ്യേണ്ടി വരികയാണ്. അപ്പം അങ്ങനെയാണ് യേശുവിനെ കുരിശിൽ തറക്കാനുള്ള അന്നത്തെ ഒരു ശിക്ഷ എന്നുള്ള നിലയ്ക്ക് യേശുവിനെ കുരിശിൽ തറക്കാനുള്ള തീരുമാനം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുരിശുമരണത്തിൻ്റെ വിവരണങ്ങൾ നമ്മൾ ന്യൂ ടെസ്റ്റമെൻറ്റിലെ നറേറ്റീവ്സിൽ വായിച്ചാൽ മതി. വളരെ ക്ലിയറാണ്. യേശു അവസാന സെക്കൻഡ് വരെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, ഏത് മനുഷ്യനും പോലെ. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരാൾ ഇതാക്കാൻ വരുമ്പോൾ, പിന്നെ അന്യായമായി നമ്മൾ പീഡിപ്പിക്കാനും കൊലപ്പെടുത്താനും വരുമ്പോൾ അതിന് രക്ഷപ്പെടാനാണ് യേശു ശ്രമിക്കുന്നത്. യേശു വാളെടുക്കാൻ വരെ പറയുന്നുണ്ട്, അല്ലെ വാള് സംഘടിപ്പിക്കാൻ പറയുന്നുണ്ട്. എന്തായാലും ഇവർ യേശുവിനെ പിടിച്ചുകൊണ്ടുപോകുന്നു, യേശുവിനെ കുരിശ് തറക്കുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് അവിടെ ഉണ്ടായത്. അതായത് ആൾക്കാരൊരു കാഴ്ചയിൽ യേശുവിനെ ഒരു കുരിശിൽ തറച്ചു എന്നുള്ളതാണ്. പക്ഷേ ഖുർആൻ പറയുന്ന കാര്യം അവർ കൺഫ്യൂസ്ഡ് ആയി എന്നുള്ളതാണ്. ഒരു യേശു എന്നുള്ള പേരിൽ യേശുവിനെ പോലുള്ള വേറെ ആരോ ആണ് ഒരു കുരിശിക്ക് വന്നത്, യേശുവിനെ അവർക്ക് തൊടാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ അതൊരു ഭയങ്കര ജൂബിലൻ്റാണ് ശരിക്കും ഖുർആൻ്റെ. അതായത് വമാ ഖത്തലൂഹു വമാ സ്വലബൂഹു എന്ന് പഠിച്ചോ അങ്ങനെ പറയണ അസേർട്ട് ചെയ്ത് പറയാണ്. അതായത് എൻ്റെ പ്രവാചകനെ നിങ്ങൾക്ക് തൊടാൻ കിട്ടിയിട്ടില്ല, അതായത് നിങ്ങൾ കൊന്നിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കുരിശിൽ തറച്ചിട്ടുമില്ല, കുരിശിൽ തറക്കാൻ പോലും അദ്ദേഹത്തെ ഞങ്ങൾക്ക് വിട്ടു തന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഉണ്ടായത്, നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ്. ആ ആശയക്കുഴപ്പം എന്താണെന്നുള്ളത് നമ്മൾക്ക് തഫ്സീറുകളിലൊക്കെ നമ്മളതിന് കാണുന്ന വ്യാഖ്യാനങ്ങളാണ്. എനി ഹൗ മിറാക്കുലസ്ലി അത് യേശുവിൻ്റെ ജീവിതത്തിൽ അടിമുടി മിറക്കിൾസാണ്. അതിലേക്ക് ഒരു വലിയൊരു മിറക്കിളായി ഈ മിറക്കിൾ കൂടി സംഭവിച്ചു എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ അതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ യേശുവിനെ ആകാശത്തേക്ക് അള്ളാഹു ഉയർത്തുകയാണ് ചെയ്തത്. ഇത് ഖുർആൻ വളരെ ക്ലിയറാണ്. ആകാശത്തേക്ക് ഉയർത്തി എന്നുള്ളത് ക്രിസ്ത്യൻ സോഴ്സുകളും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഈ കുരിശിൽ തറച്ചിട്ട് പിന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള വിഷയം എന്താ വെച്ചാൽ കുരിശിൽ തറക്കാൻ കൊണ്ടുപോകുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്, പിടിച്ചതെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ കുരിശിൽ തറച്ചു എന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ പിന്നെ എങ്ങനെയോ യേശു മിറാക്കുലസ്ലി അതിന് രക്ഷപ്പെട്ടു, ഉയർത്തപ്പെട്ടു എന്നുള്ളത് കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഓരോ സ്വപ്നങ്ങളിൽ നിന്നോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അത്ഭുതകരമായ യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളിൽ നിന്നോ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം അങ്ങനത്തെ കുറേ പ്രത്യക്ഷപ്പെടലുകളെ കഥ പിന്നെ നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കുരിശുമരണം യഥാർത്ഥത്തിൽ സംഭവിച്ചോ സംഭവിച്ചിട്ടില്ല എന്നുള്ള വിഷയത്തിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതിൽ കുറേ ആൾക്കാർ വിശ്വസിച്ചു കുരിശുമരണം നടന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും.
അങ്ങനെ വിചാരിച്ച ആൾക്കാർ രേഖപ്പെടുത്തിയതിനെ മാത്രം പൗലോസ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പൗലോസ് ഉണ്ടാക്കുന്ന തിയോളജിയിൽ കുരിശുമരണം അല്ലാതെ ഒരു കാര്യം നടക്കൂല. അതാണ് ഞാൻ പറഞ്ഞത്. യേശു പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, യേശു പ്രവചിച്ചിട്ടില്ലാത്ത, യേശു അവസാന നിമിഷം വരെ രക്ഷപ്പെടാൻ ശ്രമിച്ച, പൗലോസ് പറഞ്ഞ പ്രകാരം യേശു വന്നത് തന്നെ അതിനാണ്, കുരിശുമരണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ യേശു എന്ന് രക്ഷപ്പെടാനൊന്നും ശ്രമിക്കാൻ പാടില്ല. അപ്പോൾ അത് ആക്സിഡൻ്റലി സംഭവിച്ചു പോയ, യേശു പോലും വിചാരിക്കാതെ സംഭവിച്ചു പോയൊരു കാര്യമായിരുന്നു ഈ കുരിശിൽ തറച്ചു കൊല്ലാനുള്ളൊരു ശ്രമം എന്ന് പറയുന്നത്. അപ്പം അതിന് യേശുവിനെ അള്ളാഹു രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഖുർആൻ വളരെ ക്ലിയർ ആയിട്ട് പറയണത്. അത് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അത് യേശുവിനോടുള്ള ലവ്, റെസ്പെക്റ്റ്, അത് ഇമ്മൻസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് അല്ലാതെ യേശുവിൻ്റെ കുരിശുമരണത്തെ നിഷേധിക്കാതെ യേശുവിനെ ഏതെങ്കിലും നിലക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യല്ല. അപ്പം അത് ആദിപാപം ഇല്ലെങ്കിൽ കുരിശുമരണത്തിൻ്റെ ആവശ്യമില്ല. അതായത് ഒരു ചരിത്ര സംഭവമാണല്ലോ അത്. അതായത് യേശു കൊണ്ടുവന്നൊരു മെസ്സേജിൽ എവിടെയും കുരിശുമരണമല്ല, യേശുവിൻ്റെ സംസാരമല്ല, അതൊരു ചരിത്ര സംഭവമാണ്. ആ ചരിത്ര സംഭവത്തെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് നമ്മളുടെ തിയോളജിയെ നമ്മൾ, അതായത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, ഞാൻ പറയുന്നത് യേശു കുരിശു മരിച്ചു എന്ന് വിചാരിക്കുക, മരിച്ചാൽ തന്നെ തിയോളജിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യണത്? യേശു പ്രബോധനം ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യണത്? അല്ല പിന്നെ യേശു ഇങ്ങനെ പറയണം, ഞാനിങ്ങനെ സംഭവിക്കാൻ പോകണം, ഇതാണ് എൻ്റെ മെസ്സേജിൻ്റെ, അതൊന്നും യേശു പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പോളൈൻ ക്രിസ്ത്യാനിറ്റിയാണ്, ജീസസിൻ്റെ മെസ്സേജ് അല്ല. അപ്പം അസീമ തുടക്കത്തിൽ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ജീസസിനെ രണ്ടു കൂട്ടരും റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യേശുവിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള നിലക്കാണ്, ആ പ്രവാചകന്മാരുടെ കണ്ണിയിലെ അവസാനത്തെ പ്രവാചകൻ എന്നുള്ള നിലക്കാണ് വരുന്നത്. അപ്പോൾ യേശുവിനെ പറ്റി ഒരുപാട് കൺഫ്യൂഷൻസ് ലോകത്തുണ്ട്. കാരണം ആ കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള കാരണം സോഴ്സസ് ഇല്ലാത്തതാണ്. അപ്പോൾ ഇതാ കൺഫ്യൂഷൻസിനൊക്കെ അറുതി വരുന്നു. നമ്മൾ പിന്നെ പടച്ചോൻ തന്നെ നേരിട്ട് യേശുവിനെ പറ്റി സംസാരിക്കുന്നു, യേശു ആരായിരുന്നു എന്ന് പറഞ്ഞു തരുന്നു, യേശുവിൻ്റെ ഒരു ബ്രീഫ് ബയോഗ്രഫി നമ്മൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ അത് പറഞ്ഞു തരുമ്പോൾ നിലവിലുള്ള ക്രിസ്തുവിനെ പറ്റിയുള്ള ധാരണകളിൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മുസ്ലിങ്ങൾ കറക്റ്റായ ജീസസിനെ പറ്റിയുള്ള വെർഷൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എനിക്കൊന്ന് അവസാനത്തിലേക്ക് പോവാണ്. അതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഖുർആനെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പറ്റി പരാമർശിക്കുന്നുണ്ടല്ലോ, ഹവാരിയങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത്. അത് എന്താണ്, എങ്ങനെയാണ് ഖുർആൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അല്ല, ഖുർആൻ അവരെ പ്രൈസ് ചെയ്യാണ്. അതായത് എന്താ വെച്ചാൽ യേശുവിൻ്റെ കൂടെ എല്ലാത്തിനും നിന്നത് അവരാണ്. അതായത് അള്ളാഹുവിൻ്റെ മതത്തെ സഹായിക്കാൻ വേണ്ടി നിലകൊണ്ട ആൾക്കാരാണ്, യേശുവിൻ്റെ ഒറ്റ സുഹൃത്തുക്കളായി നിലകൊണ്ട ആൾക്കാരാണ്. അതായത് ആരാണ്? അൻസാറുള്ള, അതാണ് ഖുർആൻ നടത്തുന്ന പ്രയോഗം. അള്ളാഹുവിൻ്റെ സഹായികൾ എന്നാണ് അൻസാറുള്ള സംഘമൊക്കെ ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ. അതായത് അള്ളാഹിൻ്റെ സഹായികൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ഒരു ഭാഷയാണത്. അതായത് പടച്ചോൻ്റെ ഒരു കോസ്, അള്ള അവിടെ ഭൂമിയിൽ ഒരു മിഷന് വേണ്ടി ഒരാളെ സഹായിക്കും, ആ മിഷനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ആൾക്കാരായി നിലകൊള്ളുക എന്നുള്ളതാണ്, പടച്ചോൻ്റെ ആൾക്കാരായി നിലകൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അതാണ് യേശുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന് പൊതുവിൽ പറയുന്നത്. പക്ഷേ അപ്പോസ്തലന്മാർ പൗലോസില്ല, അതായത് പുതിയ നിയമപ്രകാരം തന്നെ പൗലോസ് അതിൽ പെട്ട ഒരാളല്ല. അപ്പോൾ ആ അപ്പോസ്തലന്മാരെ ഖുർആൻ നന്നായി പ്രൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ യേശുവും അവരും ഒന്നും ജീവിച്ച ഒരു മതമല്ല, അനുഷ്ഠിച്ച ഒരു മതമല്ല പൗലോസ് പിൽക്കാലത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം. അതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോളൈൻ ക്രിസ്ത്യാനിറ്റി അല്ല നിലവിലുള്ള ക്രിസ്ത്യാനിറ്റി. അതിൽ നിന്നും അതിൽ നിന്നും അതായത് ഇപ്പോൾ ജീസസ് തിരിച്ചു വന്നാൽ, ഇപ്പോൾ ജീസസ് തിരിച്ചു വരുമല്ലോ, അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അത് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിൻ്റെ ഒരു സെൻട്രൽ തീമാണ്. ക്രിസ്ത്യാനികളല്ലാതെ ആ സെക്കൻഡ് കമ്മിങ്ങിനെ അഫേം ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. അതും പല ക്രൈസ്തവ സഹോദരങ്ങൾക്കും അറിയില്ല. അതായത് യേശു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിയോണ്ട് വേർഡ്സ്. നമ്മൾക്കത് അതായത് അത്രയും മഹാനായ, അത്രയും പരിശുദ്ധനായ, കാരണം അത് നമ്മൾ വേറെ തന്നെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് ഓരോ ഖുർആനായത്തുകളും ഓരോ ഹദീസുകളും അതിങ്ങനെ നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതിലൊക്കെ ഈസാ നബി എത്ര ആദരപൂർവ്വമാണ്, സ്നേഹപൂർവ്വമാണ് ഓർക്കപ്പെടുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ആ പടച്ചോൻ കൊടുക്കുന്ന വലിയൊരു ആദരവാണ്. വീണ്ടും ഈസാ നബി ഒരു വട്ടം കൂടി ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ ഖുർആനും ഹദീസുകളും, അത് ഖുർആൻ ഇൻഡയറക്റ്റ് ആയിട്ടാണ് സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റി പറയുന്നത്, പക്ഷേ ഹദീസുകളിൽ അത് വളരെ എക്സ്പ്ലിസിറ്റ് ആണ്. അപ്പോൾ ഈസാ നബി തിരിച്ചു വരുമ്പോൾ ഈ ഒരു ഈസാ നബിക്ക് ആ മനസ്സിലാകായ്മ ഉണ്ടാവും.
അതാ ഈസാ നബി പഠിപ്പിച്ചതൊന്നല്ല ഈസാ നബിൻ്റെ പേരിൽ ഇവിടെ കാണുന്നത്, യേശുക്രിസ്തുവിൻ്റെ പേരിൽ. അപ്പോൾ യേശുക്രിസ്തു തിരിച്ചു വരിക രണ്ടാം വരവിൽ മുഹമ്മദ് നബിയുടെ ഒരു അനുയായിയായിട്ട്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലൊരു അംഗമായിട്ടായിരിക്കും ഈസാ നബി തിരിച്ചു വരിക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം ഞാൻ പറയണത് ഈസാ നബി തിരിച്ചു വന്നാൽ എന്നല്ല, പൗലോസ് മിറാക്കുലസ്ലി തിരിച്ചു വന്നാൽ പോലും ഈ ക്രിസ്തുമതം കണ്ടാൽ മനസ്സിലാവില്ല എന്നാണ് ഞാൻ പറയണത്. പൗലോസിന് പോലും മനസ്സിലാവില്ല. കാരണം നമ്മളിപ്പോൾ ഈ പറയുന്ന ട്രിനിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ട്രിനിറ്റി എന്നൊന്നും പറയുന്ന കോൺസെപ്റ്റ് അതൊരു പൗലോസിക സങ്കല്പമല്ല. കാരണം പൗലോസ് അത് പറയണില്ല. പൗലോസ് എന്താ വെച്ചാൽ ദൈവപുത്രൻ എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അത് വേറെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതാണ് അത് എന്താന്നുള്ളത്. അതിനെങ്ങനെ വ്യാഖ്യാനിച്ച് യേശുവിനൊരു ദൈവ സ്വഭാവം കുറേയൊക്കെ അദ്ദേഹം ആസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ട്രിനിറ്റി എന്ന് പറയുന്ന സംഗതി ഉണ്ടാവണില്ല. അത് പിന്നെ ഈ റോമൻ എംപറേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ ഭീകരമായി പീഡിപ്പിച്ചിരുന്ന ആൾക്കാരാണ്. അതായത് ഈ കാരണം ഒരു പെയ്ഗൻസ് അല്ലാത്തതുകൊണ്ട് അവരെ നന്നായി പീഡിപ്പിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ ആ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഈ പീഡനങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഒരു ക്രിസ്തു മതത്തിൻ്റെ ഒരു പേട്രണേജ് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ പേട്രണേജ് ഏറ്റെടുത്തിട്ട് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ തിയോളജിക്കൽ ഡിസ്കഷൻസിലൊക്കെ ഇങ്ങനെ ഇടപെടുകയാണ് രാജാവ് എന്നുള്ള നിലക്ക്. എന്നിട്ട് കുറേ റോമൻ എലമെൻറ്റ്സ് ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് പൗലോസ് എന്ന് പറഞ്ഞ ജൂതനാണ്, ആ ഒരു ഇത് അതിനുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ റോമൻ പെയ്ഗൻ ട്രഡീഷനാണ്. ആ പെയ്ഗൻ ട്രഡീഷൻ്റെ കുറേ എലമെൻറ്റ്സ് ക്രിസ്ത്യാനിറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു രാജാവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കൊണ്ടുവരികയാണ്. അങ്ങനെ അപ്പോൾ സ്വാഭാവികമായി അന്ന് കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. നമ്മൾ വേറെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറെ പോകേണ്ടതാണ്. ഈ എന്താണ് നമ്മൾ ഈ ആരിയനിസം എന്നൊക്കെ പറയും. അതായത് ഈ ക്രിസ്തു ദൈവമല്ല എന്നുള്ളൊരു അസേർഷൻ. അതായത് അത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് പറയണത്. ഈ 4-ാം നൂറ്റാണ്ട് വരേക്കും ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം, ഈ പൗലോസിനൊക്കെ ശേഷം, ഈ ദൈവപുത്രൻ എന്ന് പറയുമ്പോഴും അതൊരു ക്രിയേറ്റഡ് ബീയിങ് ആണ്. അതായത് കുറച്ചും കൂടി ഒരു മെറ്റഫോറിക്കലാണ് ആ ഭാഷ. അതല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ പടച്ചോനല്ല യേശു എന്ന് അസേർട്ട് ചെയ്ത് പറഞ്ഞിരുന്ന കുറേ ആൾക്കാർ. അതാണ് ഈ പിന്നെ ആരിയസും അദ്ദേഹത്തിൻ്റെ ഈ ഡിസിപ്പിൾസിനൊക്കെ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിൽ ഇപ്പോൾ ഈ അലക്സാണ്ട്രിയയിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെയൊക്കെ ഈ പിന്നെ അസേർഷനൊക്കെ ബലം പ്രയോഗിച്ച് ഇല്ലാതാക്കിയിട്ട് നമ്മൾ ഈ നൈസിയൻ കൗൺസിൽ, നൈസിയ അല്ലെങ്കിൽ നിക്കിയ ഈ ഗ്രീക്കിൽ ലാറ്റിനൈസ്ഡ് ആയിട്ട് പറയുമ്പോൾ നൈസിയ എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ തുർക്കിയിലുള്ളൊരു സ്ഥലമാണ്, ഇസ്തംബൂളിൽ നിന്ന് കുറച്ച് പുറത്ത്. അപ്പോൾ അവിടെ ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടിയിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിൽ പ്രിസൈഡ് ചെയ്തിട്ട് അദ്ദേഹം അതിലുണ്ട്. അത് CE 325 ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാണ്, അതായത് യേശു ദൈവം തന്നെയാണ്. അപ്പോൾ അത് കുറേ റോമൻ പേഗൻ ട്രഡീഷൻ, ഈ മിത്ര മതത്തിൻ്റെ പാരമ്പര്യം, അതിനൊക്കെയുള്ള കുറേ എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് ഇതിനെ വേറൊരു ഫോമൊക്കെ മാറ്റണത് അദ്ദേഹമാണ്. പിന്നെ അതിന് ശേഷം പോലും, അതായത് ഈ കൗൺസിൽ നടന്ന ശേഷം പോലും പിന്നെയും യേശു ദൈവമല്ല എന്നുള്ള വാദം ഈ പിന്നെ അരിയനിസം ഇവരതിനെ ഹെറസി എന്നാണ് പറയുന്നത്. അതായത് ഒരു പാഷണ്ഡത്വം, ഒരു ബിദ്അ, സൈദ്ധാന്തിക ബിദ്അ എന്നുള്ളവർക്കാണ്. പക്ഷെ അദ്ദേഹമാണ് ശരിക്കും യേശു പ്രചരിപ്പിച്ച ആശയങ്ങളോട് കുറച്ചെങ്കിലും സാമ്യമുള്ള കാര്യം പറയുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ അത് പിന്നെയും കുറേ പതിറ്റാണ്ടുകളൊക്കെ ഈ ഡിസ്കഷൻസൊക്കെ പിന്നെയും നിലനിന്ന് പോകുന്നുണ്ട് ഈ കൗൺസിലിന് ശേഷം പോലും. പക്ഷെ എന്താ വെച്ചാൽ ഇവഞ്ച്വലി പൊളിറ്റിക്കൽ പവർ ഇതിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ റോമൻ എംപയർ ക്രിസ്ത്യാനിറ്റിൻ്റെ ഒഫീഷ്യൽ ശബ്ദമായിട്ട് മാറുകയാണ്. അതായത് ക്രിസ്ത്യാനികളെ വേട്ടയാടിയിരുന്നൊരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ക്രിസ്ത്യാനിറ്റിൻ്റെ ഒരു ആസ്ഥാന ഭൂമികയായി റോമാ സാമ്രാജ്യവും മാറുകയാണ്. അപ്പോൾ അധികാരമുണ്ട്, അപ്പോൾ ഒരു ആസ്ഥാന ബിഷപ്പ് ഉണ്ടാവും. അപ്പോൾ അവർ വ്യാഖ്യാനിക്കുന്നതായിരിക്കും പിന്നെ മതം. അതിന് വിരുദ്ധമായി ആർക്കും ഒന്നും പറയാൻ പറ്റൂല. അല്ലാത്തവരെ ഹെറസി ആരോപിച്ച് പീഡിപ്പിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പോൾ ഈ കൗൺസിലൊക്കെ തന്നെ അത്തനേഷ്യസ് എന്ന് പറഞ്ഞ ഒരു ബിഷപ്പാണ്. അദ്ദേഹമാണ് കാര്യമായിട്ട് ഇപ്പോഴത്തെ ഒരു ക്രിസ്ത്യൻ ക്രീഡ്, ഈ നൈസിയൻ ക്രിസ്ത്യൻ ക്രീഡ് പറഞ്ഞാൽ ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വായിക്കുന്ന ക്രീഡാണ്. അപ്പം അത് പൗലോസ് എന്ന്, പക്ഷെ ട്രിനിറ്റി ശരിക്കും അതിൽ പോലും ഇല്ല. ഇത് പിന്നെ റോമൻ കൗൺസിലുകൾ പിന്നെ ഇങ്ങനെ കുറേ ഉണ്ടാവുന്നുണ്ട്. അതിൽ പിന്നെയും കുറച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ട്രിനിറ്റി ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊക്കെയുള്ള വളരെ കൃത്യമായി ത്രിയേക ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ആബ്സെൻ്റാണ്, അബ്സല്യൂട്ട്ലി ആബ്സെൻ്റാണ്. ഒരു ബിബ്ലിക്കൽ പ്രോഫറ്റും അത് പ്രബോധനം ചെയ്തു എന്ന് ഒരു ബിബ്ലിക്കൽ സ്കോളറും പറയാൻ കഴിയില്ല. ന്യൂ ടെസ്റ്റമെൻറ്റിലും ആബ്സെൻ്റാണ്. അതായത് പൗലോസിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ എഴുതപ്പെട്ടതിലും ഈ ഫോർമുലേഷൻ ആബ്സെൻ്റ് ആണ്. ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ഫോർമുലേഷൻ ആബ്സെൻ്റ് ആണ്. പക്ഷെ അത് ക്രീഡിൻ്റെ കോർണർ സ്റ്റോൺ ആണ്. അതെന്തൊരു പാരഡോക്സ് ആണെന്ന് ആലോചിച്ച് നോക്ക്.
അപ്പം അത് ഞാൻ പറയണത് പോളിയൻ ക്രിസ്ത്യാനിറ്റി ഖുർആൻ വളരെ ക്ലിയർ ആയിട്ട് ഇത് പറയുന്നുണ്ട്. നിങ്ങൾ പറയല്ലേ, അങ്ങനെ ഖുർആൻ പറയണത്. വലാ തഖൂലു സലാസ, നിങ്ങൾ 3 എന്ന് പറയല്ലേ. നിങ്ങൾ യേശുവിൻ്റെ അനുയായികളല്ലേ. യേശു എപ്പോഴെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? ഈ 3 കൂടി 1 എന്ന് പറയുന്ന ആശയം യേശു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഖുർആൻ ചോദിക്കണത്. അപ്പം അതുകൊണ്ട് ഹിസ്റ്റോറിക്കലി ഇതൊക്കെ വളരെ അൺഡിനയബിളായ കാര്യങ്ങളാണ്. ഈ എവല്യൂഷൻ കൂടെയൊക്കെയാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായി വന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. അപ്പം അത് ഈ പൗലോസ്, കോൺസ്റ്റൻറ്റൈൻ, അതിന് ശേഷമുള്ള കൗൺസിലുകൾ ഇതിലൂടെയൊക്കെ ഇവോൾവ് ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മൾക്ക് പരിചയമുള്ളൊരു ക്രിസ്ത്യൻ ക്രീഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുന്നത്. അത് ക്രിസ്ത്യാനിറ്റിയാണ്. ആ ക്രിസ്ത്യാനിറ്റിയും ക്രൈസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം അതിൽ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ ക്ലിയറായി നമ്മൾക്ക് ആ ഒരു ഹിസ്റ്റോറിസൈസ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഡെവലപ്മെൻറ്റിനെ ഹിസ്റ്റോറിസൈസ് ചെയ്യാൻ. അതായത് നിങ്ങൾക്കൊരു അക്കാഡമിക് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിനോട് സിമ്പതൈസ് ചെയ്യുന്ന ഞാൻ പറയാം. സിമ്പതൈസ് ചെയ്യെങ്കിലും ചെയ്യും. അതായത് വളരെ അന്ധമായി നമ്മൾക്ക് കിട്ടുന്നൊരു മതവിശ്വാസം ഇത് നേരെ ഇങ്ങോട്ട് യേശു പ്രചരിപ്പിച്ചതാണ് എന്ന് വിചാരിക്കുന്നതിന് പകരം ഇഫ് യു ആർ ബ്രേവ് ഇനഫ്, അതായത് അതിനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ, ആ ചരിത്രത്തെ ഒന്ന് വസ്തുനിഷ്ഠമായി പരിശോധിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ യു വിൽ സീ വാട്ട് ഖുർആൻ ഈസ് സെയിങ്. ഖുർആൻ്റെ ഈ ക്രിസ്ത്യാനിറ്റി കറപ്റ്റഡായി എന്നുള്ളൊരു ക്ലെയിമിനെ ചരിത്രം സാക്ഷി നിൽക്കുന്നത് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും എന്നാണ് അതിൻ്റെ ഒരു ബോട്ടം ലൈൻ. ഒരു ലാസ്റ്റ് മെസ്സേജിനുള്ള ടൈമായെന്ന് തോന്നുന്നു. എന്തായിരിക്കും ഇപ്പോൾ ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യുന്ന ഒരാളോടുള്ള മെസ്സേജ്? ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യാണ്, ഞാൻ ക്രൈസ്റ്റിൻ്റെ മെസ്സേജിനാണ് ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്ന ഒരു ക്രൈസ്തവ സഹോദരനോട് സഹോദരിയോടുള്ള മെസ്സേജ്? സി വി ലവ് യു, അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഖുർആൻ പറയുന്ന കാര്യമാണിത്. അതായത് ആ ഒരു ഡിഗ്നിറ്റി, ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കണം എന്ന് ഖുർആൻ പറയുന്ന കാര്യമാണ്. കാരണം ഒരു പ്രവാചകന്മാരുടെ ഈ പ്രോഫറ്റിക് ലൈനിനെ, ഇപ്പോൾ നമ്മൾ ഒരു പെയ്ഗൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പ്രവാചകത്വം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ശരിക്കും അപരിചിതമാണ്. ഇത് വി ആർ സോ ക്ലോസ്. അത് നമ്മൾ പലപ്പോഴും ആലോചിക്കാത്തതുകൊണ്ടാണ്. പ്രവാചകത്വം എന്നുള്ള സങ്കല്പം, ആ സങ്കല്പം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി മുസ്ലിമിനെ. ഇത് രണ്ടു കൂട്ടർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതിനെ അംഗീകരിക്കുന്നു, മോശയെ അംഗീകരിക്കുന്നു. യഹൂദന്മാർ മറിയമിനെയും യേശുവിനെയും തള്ളി പറഞ്ഞപ്പോൾ അവരെയും അംഗീകരിക്കുന്നു, അവരെയും സ്നേഹിക്കുന്നു, അവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നു. നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കാൾ അധികം നമ്മൾ തമ്മിലുള്ള സാമ്യതകളുണ്ട്. ആ സാമ്യതകൾ നമ്മളെ ശരിക്ക് ആ ഒരു വാംത്ത് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് ഞാൻ പറയാം. ഉണ്ടായിരുന്നു, അതാണ് ഖുർആൻ പറയണത്. അതായത് യഹൂദന്മാരെ പോലെയല്ല, അല്ലെങ്കിൽ മക്കയിലെ പെയ്ഗൻസിനെ പോലെയല്ല. ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ വെരി ഡിഫറെൻറ്റ്. അതാണ് ഖുർആൻ പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളോരോട് ഡിബേറ്റ് നടത്തുകയാണെങ്കിൽ പോലും അത് വളരെ ഡീസൻ്റ് ആയിരിക്കണം, വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം, ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് എന്ത് സംഭവിച്ചു? ആരാണ് നമ്മളെ തമ്മിലടുപ്പിച്ചത്? അത് നമ്മൾ തന്നെ ഒന്ന്, അതായത് എല്ലാവരും തമ്മിലടിക്കുന്നു എന്നല്ല ഞാൻ പറയാം. പക്ഷേ ഈ ഒരു അസുഖകരമായ ഈ ഒരു എലഫൻ്റ് ഇൻ ദ റൂം, അതിനെപ്പറ്റി നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ കേരളത്തിന് പോലും ഇസ്ലാമോഫോബിയ കീഴടക്കുകയാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ അതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അത് ക്രൂസൈഡ്സിലേക്ക് നീളുന്ന, അല്ലെങ്കിൽ ബൈസൻറ്റീൻ റോമിലെ കുറേ ഇസ്ലാമിനോടുണ്ടായി വന്ന വിദ്വേഷത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമാണ്. ആ ചരിത്രപരമായ വെറുപ്പിൻ്റെയൊക്കെ ഭാണ്ഡം നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മൾ പേറേണ്ടതുണ്ടോ? അതായത് ഖുർആനിൽ ഇങ്ങനെയാണ് ക്രിസ്ത്യാനികളെ പറ്റി പറയണമെന്നുണ്ടെങ്കിലും പിന്നെ സെഞ്ച്വറീസ് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ കുരിശ് യുദ്ധങ്ങൾ കാണുന്നു, കുറേ യുദ്ധങ്ങൾ കാണുന്നു, സാമ്രാജ്യത്വങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കാണുന്നു. അതിൻ്റെ ഭാഗമായി ഖുർആനിൻ്റെ കാലത്തില്ലാത്ത ഒരു ക്രിസ്ത്യൻ ഹെയ്റ്റ്രഡ് ഫോർ ഇസ്ലാം അതിങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായി കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു. ഈ മിഷണറി ലിറ്ററേച്ചർ, ഈ ഓറിയൻ്റലിസ്റ്റ് ലിറ്ററേച്ചർ, അതിലൊക്കെ മുഹമ്മദ് നബിനെ പറ്റിയും ഖുർആനെ പറ്റി ഇസ്ലാമിനെ പറ്റിയൊക്കെ വളരെ അൺഫോർച്ചുനേറ്റാണ്. അതായത് അസീമിനെ അറിയില്ലേ, അള്ളാഹ് എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും പരിചയമില്ലാത്ത മുസ്ലിങ്ങളുടെ എന്തോ ഒരു പ്രത്യേക ദൈവമാണെന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്. അല്ല, ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ഞങ്ങളെ പടച്ചോനും ഒന്നാണ്, നിങ്ങളെ പടച്ചോനും ഒന്നാണ്. നമ്മൾ രണ്ടാളും സംസാരിക്കുന്ന ഒരു പടച്ചോനെ പറ്റിയാണ്. അതായത് മദീനയിലെ യഹൂദന്മാർ എന്ത് പറയുമ്പോഴും ഒരു അള്ളാഹിനെ പറ്റിയാണ് പറയണത്. ഖുർആൻ ഓരെങ്ങനെ സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കൂടിയാണ്. അവർ പടച്ചോനെ വിളിച്ചത് അള്ളാന്നാണ്. ബൈബിൾ എടുത്ത് നോക്ക്, അറബി ബൈബിൾ എടുത്ത് നോക്ക്. അറബി ബൈബിളിൽ പടച്ചോനെ പറയണത് എപ്പോഴും അള്ളാന്നാണ്, ഐസ എന്നാണ് പറയണത്. അതായത് എത്ര കാലം അറബ് ക്രിസ്ത്യാനികൾ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഒരേ ദൈവത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, ഒരേ പ്രവാചകന്മാരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, ഒരേ മോശെ, ഒരേ യേശു, ഒരേ ഒരു മറിയം. ഇതൊന്നും വേറെ വേറെ ആൾക്കാരല്ല. ഇവരൊക്കെ നമ്മൾ ഒരുമിച്ച് റെസ്പെക്റ്റ് ചെയ്യുന്നു നമ്മൾ പറയുന്നത്. ഇപ്പം ഈ ഇവിടുത്തെ ഈ എയ്ത്തീസ്റ്റിക് ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ഇസ്ലാമോഫോബിക്കായ ആൾക്കാർ, അവരിങ്ങനെ ഭയങ്കര ഒരു സറ്റയർ പോലെ സർക്കാസ്റ്റിക്കായിട്ട് അവരിങ്ങനെ പറയുന്ന കാര്യമാണ് ഈ ജൂതമതത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ് ഇസ്ലാം, ക്രിസ്തു മതത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ് ഇസ്ലാം. ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞൂടാ. ഇത് എന്താണ് പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, എങ്ങനെയാണ് തന്നെ പരിചയപ്പെടുത്തുന്നതെന്ന് പോലും ഇവർക്ക് അറിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ഇത് വളരെ ഒറിജിനലായൊരു മെസ്സേജ് ഞാനായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നു എന്നല്ല പറയണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് എന്താ വെച്ചാൽ, ആദം മുതൽക്കുള്ള പ്രവാചകന്മാർ, അനേകായിരം പ്രവാചകന്മാർ പല കാലങ്ങളിലായി പറഞ്ഞ സന്ദേശം തന്നെയാണ് ഞാനും ആവർത്തിക്കുന്നത്. അവർക്കൊക്കെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലുള്ള അതേ മെസ്സേജാണ് എനിക്ക് റിവീൽ ചെയ്യപ്പെട്ട ഖുർആനിലുള്ളത്. അതാണ് മുഹമ്മദ് നബി പറയണത്. മൂസ പറഞ്ഞ അതേ കാര്യം, മോശെ പറഞ്ഞ അതേ കാര്യം, യേശു പറഞ്ഞ അതേ കാര്യം. ജൂതന്മാർ മോശെ പറഞ്ഞു കൊടുത്തല്ല നിങ്ങളുള്ളത്. നിങ്ങൾക്ക് മോശേൻ്റെ എക്കോ കേൾക്കണോ? ലിസൺ ടു മൈ മെസ്സേജ്. നിങ്ങൾക്ക് ക്രിസ്ത്യാനികളോട് അതാ പറയണത്. നെജ്റാനിൽ ക്രിസ്ത്യാനികൾ വരുമ്പോൾ നിങ്ങൾ ഈ പറയണമെന്നല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണത് ഇതാ, സി ലിസൺ, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തരാം എന്ന് പറഞ്ഞിട്ട് സൂറത്ത് ആലു ഇമ്രാൻ ഓതി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുഹമ്മദ് നബി എന്നെ പറയണതാണ്. നിങ്ങളെന്താ ഈ കോപ്പിയടി എന്ന് പറയുന്നത്? കോപ്പിയടി അല്ലത്, ഇത് ഒരേ സോഴ്സ് നിന്ന് വരുന്ന മെസ്സേജാണ്, ഒരേ മെസ്സേജാണ്. വിശദാംശങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അതിൽ സമാനതകൾ ഇല്ലെങ്കിലല്ലേ അതൊരു ചാർജായി മാറേണ്ടത്. സമാനതകളുണ്ട്, സമാനതകൾ ഉണ്ടാകുന്ന ഒരേ മെസ്സേജാണ്. പക്ഷേ ഈ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ ഇൻ്റർപൊളേഷൻസ് വന്നതുകൊണ്ട്, കറപ്ഷൻസ് വന്നതുകൊണ്ട് ചില ഭാഗങ്ങളിൽ അവർക്ക് ഡിസ്റ്റോർഷൻസ് ഉണ്ടായി. ആ ഡിസ്റ്റോർഷൻസ് കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയൊരു ടേൺ എന്ന് പറഞ്ഞാൽ, കുറേ ക്രിസ്ത്യൻ സുഹൃത്തുക്കളും ഇത് ഏറ്റെടുത്തിട്ട് ഇത് കോപ്പി അടിച്ചതാണ്, കോപ്പി അടിച്ചാണെന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ക്രിസ്തു മതം ജൂതമതത്തിൽ നിന്ന് കോപ്പി അടിച്ചാന്ന് പറയേണ്ടി വരും. അങ്ങനെ ആരെങ്കിലും പറയുമോ? അതാ എന്ന് പറഞ്ഞാൽ മോശയെ നിയോഗിച്ച പ്രപഞ്ചനാഥൻ നിയോഗിച്ചതാണ് യേശുവിനെ. അതേ സന്ദേശമാണ് യേശു പറയണത്. അതേ സന്ദേശം തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയണത്. അപ്പം അതുകൊണ്ട് ഈ ഒരു പൊളിറ്റിക്കൽ, ഈ ഒരു വളരെ ചാർജ്ഡ് ആയൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഇപ്പോൾ ഇനി ഹിന്ദുക്കളാണെങ്കിലും ജൂതന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മനുഷ്യന്മാർ. നമ്മളൊക്കെ ഇടപെട്ട് സുഹൃത്തുക്കളായി, സഹോദരങ്ങളായി, നൂറ്റാണ്ടുകളായി ജീവിച്ചു വന്നൊരു മണ്ണാണ്. നമ്മളിങ്ങനെ ഈ മതം എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു ഭയങ്കര ചർച്ച ചെയ്യാൻ പാടില്ലാത്ത, ചർച്ച ചെയ്താലെന്തോ വളരെ വിസ്ഫോടനാത്മകമായേക്കുന്ന അങ്ങനെയൊന്നുമില്ല. ഇത് വളരെ അക്കാഡമിക്കായി, വളരെ സോബറായി, വളരെ റെസ്പെക്റ്റ്ഫുള്ളായി നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കൂടുതൽ അടുപ്പിക്കേ ചെയ്യുള്ളൂ. ബി റെസ്പെക്റ്റ്ഫുൾ. നമ്മൾ വളരെ നല്ലൊരു ഭാഷയിൽ പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മിഷൻ, അത് യേശു ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ, യേശു പ്രവചിച്ച പ്രവാചകനാണ്. നമ്മൾ വളരെ വിശദമായിട്ട് വേറെ പറയേണ്ടതാണ്. യേശു പ്രവചിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞതാണ്. പുതിയ നിയമത്തിൽ പ്രിസേർവ്ഡ് ആയ യേശുവിൻ്റെ വചനങ്ങൾ പരിശോധിച്ചാൽ പോലും ആ പ്രവചനങ്ങൾ നമുക്ക് കണ്ടെത്താനും കഴിയും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, പക്ഷേ ജസ്റ്റ് പഠിക്കാതിരിക്കരുത്. അതായത് മുഹമ്മദ് നബിയെ പഠിക്കാതിരിക്കരുത്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. മുഹമ്മദ് നബി നിങ്ങളിലേക്ക് കൂടി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. ഒരുപാട് സമാനതകൾ നിങ്ങളുടെ കയ്യിലുള്ള മെസ്സേജുമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രവാചകനാണ്. അതിൻ്റെ ഒരു പെർഫെക്ഷനാണ്. അതിൽ വന്നുപോയ ആശയക്കുഴപ്പങ്ങളെ ക്ലാരിഫൈ ചെയ്യുന്ന ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അതാണല്ലോ നമ്മളെ തീം. അപ്പോൾ ആ തീം ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾക്ക് യേശുവിനെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. കാരണം യേശു, ഈസ റസൂലുള്ളാഹ്, മൂസ റസൂലുള്ളാഹ്, എല്ലാവരും അള്ളാഹിൻ്റെ റസൂലുകളാണ്. അപ്പോൾ അതാണ് ആ ഒരു ഐക്യത്തിൻ്റെ, ഇവരൊക്കെ ഏകോദര സഹോദരങ്ങളെപ്പോലുള്ള പ്രവാചകന്മാരാണ് എന്നുള്ള സന്ദേശമാണ് ശരിക്കും ഇതിൻ്റെ ഒരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ. എനിക്കൊന്നും ഇവിടെ നമുക്ക് എൻഡ് ചെയ്യാം. ഒരുപാട് ഏരിയകൾ ഇനിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാ ഇനി വരും പോഡ്കാസ്റ്റുകൾക്ക് നമുക്ക് കവർ ചെയ്യാം. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പ്രൊഫൻഡിയുടെ ക്യാമ്പയിൻ കണ്ടിന്യൂ ചെയ്യാണ്. ഇനിയും പോഡ്കാസ്റ്റുകൾ, ഓഫ്ലൈൻ ഇവൻറ്റുകൾ ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്രിസ്ത്യനോ ജൂതനോ ഏത് ഫെയ്ത്തിൽപ്പെട്ടാകട്ടെ, നിങ്ങൾ ഫെയ്ത്തിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു കോൺവെർസേഷൻ നിങ്ങൾ എന്തായിരുന്നാലും എൻകറേജ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം, ഓണസ്റ്റായിട്ട്, അതുപോലെ തന്നെ
സത്യസന്ധമായിട്ട് ഓരോ ഓപ്പൺ ഒരു തുറന്ന മനസ്സോടുകൂടി ഈ അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മെസ്സേജ്, എല്ലാ പ്രവാചകന്മാരും മോശെ, യേശു എല്ലാവരും പഠിപ്പിച്ച അതേ മെസ്സേജ്, അതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ആ വേർഷൻ, അതിനെ സമീപിക്കാനും പഠിക്കാനുള്ള ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആരായിരുന്നു യഥാർത്ഥ ജീസസ്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങൾ, അതിലേക്കുള്ള ഒരു വെളിച്ചം നൽകാൻ ഇതിന് സാധിച്ചിട്ടുണ്ടെന്ന വിശ്വാസത്തോടുകൂടി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ത് റിസോഴ്സ് കാര്യങ്ങൾ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും പ്രൊഫൗണ്ട് ടി വിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന കണക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും